السلام عليكم ورحمة الله الرحمن الرحيم. به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلله فلا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وعلى آله وأصحابه وأولاده وأزواجه وأهل بيته وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير أفلا تعقلون. صدق الله العظيم. لا تزال قدم عبد يوم القيامة حتى يسأل عن أربعين: عن عمره فيما أفناه، وعن جسمه فيما بلاه، وعن علمه ما عمل به، وعن ماله من أين اكتسبه وفيما أنفقته. صدق رسول الله صلى الله عليه وسلم. قال النبي المصطفى: إن سبعة يظلهم الله العظيم بظله: محب عفيف ناشئ متصدق وباك مصل والإمام بعدله. واعلموا أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷനും ഈ നാട്ടിലെ നമ്മുടെ റബ്ബാനിയ മസ്ജിദിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സിദ്ദീഖ് അസ്ഹരി ഉസ്താദ്, ഈ മഹത്തായ പരിപാടിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ്, റബ്ബാനിയ മസ്ജിദിന്റെ പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പി കെ അബ്ദുള്ള ഹാജി സാഹിബ്, ഈ മഹത്തായ പരിപാടിയിൽ
സംബന്ധിക്കുന്ന റബ്ബാനിയ മസ്ജിദ് സെക്രട്ടറി ബഹു അലിമേസ്ത്രി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സഹകരണങ്ങൾ നൽകിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നാം കേട്ടതുപോലെ റബ്ബാനിയ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ കീഴിൽ ആദ്യമായി നടത്തപ്പെടുന്ന വിപുലമായ ഒരു പരിപാടിയാണ് ഈ സ്വലാത്ത് വാർഷികം. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ മഹത്തായ സദസ്സിൽ നമ്മുടെ നാട്ടുകാരുടെയും അയൽ നാട്ടുകാരുടെയും മഹനീയമായ സാന്നിധ്യം കൊണ്ട് വളരെ അനുഗ്രഹീതമായിരിക്കുന്നു. ഇത്തരം ഒരു വേദി ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ സംഘടിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ഇവിടത്തെ സംഘാടകരോട് അവരെ പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാന്തിയുടെ അനുഭവത്തെ ഒരു മജ്‌ലിസാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ. ഇത്തരം മജ്‌ലിസുകൾ പഴയ കാലത്തേക്കാൾ പരിവട്ടങ്ങളും ആവലാതിയും വേവലാതിയും കൂടുമ്പോൾ അങ്ങിവാണല്ലോ. അപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ, ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷാകവചമായി ഈ മഹത് മജ്‌ലിസുകൾ മാറുന്നുണ്ട് എന്നുള്ളത് അവരുടെ വേദന മാറാൻ വേണ്ടി, അവരുടെ വിഷമങ്ങൾ തീരാൻ വേണ്ടിയുള്ള ഒരു വലിയ നിദാനമായി മനുഷ്യ സമൂഹം ഏറ്റെടുത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്‌ലിസുകൾ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടന്നുവരുന്ന ഈ മഹത്തായ മജ്‌ലിസ്, ഇതിന്റെ പിൻതലമുറക്കാർ ഇത് ഏറ്റെടുക്കുകയും കാലാകാലങ്ങളിലായി ഇതിന്റെ പ്രൗഢിയും ഇതിന്റെ സൗന്ദര്യവും വർദ്ധിപ്പിച്ചുകൊണ്ട്
വളരെ കങ്കേമമായ നിലയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ഇത് മഹനീയമാക്കേണ്ടത്, ഇത് പരിപൂർണ്ണ ഇളം തലമുറയുടെ യാണ് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. വളരെ ആവേശത്തോടുകൂടിയാണ് ഈ നാട്ടുകാർ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിനെ കൊണ്ടാടുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയ ആവേശത്തിലായിരുന്നു അവർ. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തി, അതിനുശേഷം നടന്ന റാത്തീബ്, അതിനുശേഷം നടക്കുന്ന ഈ പരിപാടി, ഇതൊക്കെ കാണുമ്പോൾ ഈ നാട്ടുകാരുടെ ഉത്സാഹം, ഇവിടത്തെ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഉത്സാഹം, ചുളക്കുട്ടികളായ ചെറുപ്പക്കാരുടെ ആവേശം എന്നെ വല്ലാതെ ആവേശഭരിതമാക്കുന്നുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട യുവസമൂഹമേ, നിങ്ങളാണ് ഇത്തരം പരിപാടിയുടെ സ്പോൺസർമാരും ഇത്തരം പ്രവർത്തനത്തിന്റെ പ്രായോഗികവൽക്കരണത്തിന്റെ നിദാനങ്ങളും സബബുകളും കാരണങ്ങളുമായി മാറേണ്ടത്. പുതിയ യുവത്വം വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും അതുപോലുള്ള ആധുനിക ടെക്നോളജിയുടെ പിന്നാലെ പോയി മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച ലക്ഷ്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇന്ന് പുതിയ തലമുറ. തീർച്ചയായും അത്തരം ഒരു അവസ്ഥകളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ അവർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് ഒരൽപ്പം ചരിച്ചുവിടേണ്ടത്, ഒരൽപ്പം തെളിച്ചുവിടേണ്ടത് ആ ബാധ്യതാ നിർവഹണത്തിന്റെ, ആ കടമയുടെ ഒരു വലിയ ഉദാഹരണമാണ്. ആ കടമ നിർവഹണത്തിന്റെ വലിയ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം. സർവേശ്വരനായ സർവാധിപനായ അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ ആക്കി മാറ്റുമാറാവട്ടെ. പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അക്ഷരാർത്ഥത്തിൽ അക്ഷരസ്ഫുടതയോടുകൂടി വളരെ വ്യക്തമായ നിലയിൽ ബോധത്തോടുകൂടി പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ അല്ലാഹു ഈ പ്രവർത്തനം ഒരു കാരണമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈ പ്രസംഗം ഓൺലൈനിലൂടെ KCR-ിലൂടെ നിരവധി പ്രവർത്തകന്മാർ, നിരവധി പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങൾ കേൾക്കുകയാണ്. സർവാധിനാഥ, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി, ഒരു വയറ് നിറക്കാൻ വേണ്ടി, ഭാര്യയെ സന്തോഷത്തോടുകൂടി ജീവിപ്പിക്കാൻ വേണ്ടി, മക്കളുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട്, എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടലിനക്കരയാണ്. അല്ലാഹ് അവരെ നീ വിഷമത്തിലാക്കല്ലേ അല്ലാ, അവരെ പ്രയാസത്തിലാക്കല്ലേ അല്ലാ. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം യുവത്വം ആരാധനക്കുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായത് മുതൽ അവൻ
എന്റെ മുന്നിൽ കീഴ്ണയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടാനുള്ളതാണ്. സത്യവിശ്വാസി നിസ്കാരത്തിൽ 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ റബ്ബിനോട് ഏറ്റു പറയുകയും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രതിജ്ഞയും അതാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വെച്ചിരിക്കുന്നു, ഞാൻ എന്റെ ശരീരത്തിനെ സമർപ്പിച്ചിരിക്കുന്നു. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആകാശഭൂമി മണ്ഡലങ്ങളെ സൃഷ്ടിച്ച അധിപനായ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഞാനിതാ എന്റെ ശരീരത്തിനെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമാ, ബാത്തിലിൽ നിന്ന് മാറി സത്യത്തിലേക്ക് വന്നു ചേർന്നവനായ നിലയിലും മിനൽ ഞാൻ ബഹുദൈവാരാധന വിശ്വാസികളിൽ പെട്ടവനല്ല. അതിന് ശേഷം ഓരോ സത്യവിശ്വാസിയും ആണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരമുണ്ടല്ലോ അല്ലാഹ്, ഇന്ന സ്വലാത്തി വനുസുഖി, എന്റെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളുണ്ടല്ലോ അല്ലാഹ്, വമഹിയായ, എന്റെ ജീവിതവും വമമാതി, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവേശ്വരനായ സർവാധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് ഓരോ സത്യവിശ്വാസിയും ഓരോ ദിവസം ആ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവും അവന്റെ മരണവും അവൻ കൽപ്പന ഉണ്ടാകുന്ന കാലം അതേതാണ്? തന്റെ യൗവനകാലം, പ്രായപൂർത്തിയാകുന്ന കാലം, ആ കാലം മുതൽ മരിക്കുന്നത് വരെയും ഇബാദത്തിലായിരിക്കണം. പിന്നത് യുവത്വമല്ല, എല്ലാം ഇബാദത്തിനുള്ളുമ്പോൾ യുവത്വം ഇബാദത്തിനുള്ളതാണ് എന്ന് നാം പറയുന്നത്. യുവത്വം മാത്രമല്ലല്ലോ, തന്റെ വാർദ്ധക്യ കാലഘട്ടവും ഇബാദത്തിന് വേണ്ടിയുള്ളതാണല്ലോ, തന്റെ കൗമാരപ്രായവും ഇബാദത്തിന് വേണ്ടിയുള്ളതാണല്ലോ, തന്റെ ബാല്യപ്രായവും യൗവനപ്രായവും ഇബാദത്തിന് വേണ്ടിയുള്ളതാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് യുവത്വം ആരാധനക്കുള്ളതാണെന്ന് പറയാൻ കാരണമെന്നറിയുമോ? യുവാക്കൾക്ക് ബാല്യകാലത്തിലുള്ള ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം പരിശുദ്ധമായ ഇസ്ലാം നൽകുന്നുണ്ട്. വന്യവയോധികരേക്കാൾ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ യുവത്വത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് പവർ കൂടുതലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, 7 വിഭാഗം മനുഷ്യന്മാർക്ക് നാളെ അർശിന്റെ തണല് അല്ലാഹ് കൊടുക്കും. 7 വിഭാഗം മനുഷ്യന്മാർക്ക് ആദം നബി മുതൽ അവസാനം പ്രസവിച്ച് വീണ കുട്ടി വരെയുള്ള സകല ജനങ്ങൾ
ഒരു എല്ലുകൊണ്ട് വലുതാണ്. ജഗതിയന്താവായ ചോദ്യത്തിന് വഴി പറയാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിചാരണയുടെ റിസൾട്ട് എന്താണെന്ന് കാതുകൊണ്ട് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭിന്നരാണോ, ഞാൻ പരാജയപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കണ്ണ് രണ്ടും വളരെ സൂക്ഷ്മമായി കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ നേരത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹ്ശറയിൽ എത്ര കാലമാണ് നമ്മൾ നിൽക്കേണ്ടി വരും. എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ സൂര്യൻ. ആ സൂര്യന്റെ ചൂട് ഇതാ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ വല്ലാതെ അനുഭവിച്ചവരായിരുന്നു. ചൂട് നിൽക്കാൻ കഴിയുന്നില്ല. ആരോട് ചോദിച്ചാലും, കല്യാണ വീട്ടിൽ പോയാലും വർത്തമാനം ചൂടിനെ കുറിച്ച്, മരിച്ച വീട്ടിൽ പോയാലും വർത്തമാനം ചൂടിനെ കുറിച്ച്, വർത്തമാനം ചൂടിനെ കുറിച്ച്. എന്തൊരു ചൂടാണ്! ആകുമോ ഗൾഫിലായിരുന്നെങ്കിൽ എത്ര നന്നായോ. അവിടെ എല്ലാ സമയത്തും നമ്മൾ എസിയിലാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയാൽ ശരിക്കും ചൂട് നമ്മൾ അനുഭവിക്കുമ്പോ ഗൾഫിലായിരുന്നെങ്കിൽ അങ്ങനെ ചൂട് അനുഭവിക്കൂല. ഇതിനേക്കാൾ ചൂടുണ്ടെങ്കിലും അത് അനുഭവിക്കാറില്ല എന്നൊക്കെ ഗൾഫിൽ പോയവർ ഇപ്പോൾ നാട്ടിലുള്ളവർ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ച മുമ്പ് നമ്മൾ അനുഭവിച്ച ചൂട് വരുമ്പോ ആരും തന്നെ അള്ളാനെ കുറവാക്കണ്ട. പള്ളിയുടെ പരിസരത്ത് നമ്മൾ വയറ് വെച്ചപ്പോ വർഷത്തിൽ ആദ്യമായി വെക്കുന്ന പരിപാടി, ഇതുവരെ നമ്മൾ പറ്റാത്തൊരു പരിപാടി വെച്ചപ്പോ മഴ കൊണ്ട് നീലങ്ങളെ പൊട്ടിപ്പൊട്ടിച്ചല്ലോ എന്ന് പറയേണ്ട ഉമ്മ, എന്ന് പറയേണ്ട ചെറുപ്പക്കാരാ, ഇത് അല്ലാഹു എത്രയോ എത്രയോ ജനാലകൾ, എത്രയോ ജന്തുക്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാദാ, വെള്ളം താ അല്ലാ, വെള്ളം താ അല്ലാ, ചൂടൊന്നകറ്റണേ അല്ലാ. പള്ളി മേറാബുകളിൽ നിന്ന് എത്രയോ ഹബീബുമാർ ഇതാ കഴിഞ്ഞ വെള്ളിയാഴ്ച യുടെ തൊട്ടടുത്തുള്ള മുമ്പിലുള്ള വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. ചോദിച്ചപ്പോഴും സർവേശനായ കരുണയുടെ കടലായ ഘോഷിക്കാൻ സർവശക്തൻ നമുക്ക് വെള്ളം തന്നിരിക്കുന്നു. നാദാ, നിന്റെ കൃപ വല്ലാത്ത കൃപയാണ്. അൽഹംദുലില്ലാഹ്, 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 അൽഫ മർറ അൽഹംദുലില്ലാഹ്. ചൂട് വളരെ ശക്തമായ ചൂടായിരുന്നു, നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള ആ സൂര്യന്റെ ചൂടേൽക്കുമ്പോഴാ നമുക്ക് വല്ലാതെ വിഷമം വരുന്നത്. എന്നാൽ മഹ്ശറ എന്ന ഒരു സഭയുണ്ട്. മഹ്ശറ നഗരിയിൽ പോയാൽ അവിടെ ചേർന്നവരെല്ലാം അന്ന് ഇതാ ഈ മഹാസഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടെ വെള്ളം കിട്ടാൻ, പക്ഷെ
ഭക്ഷണം കിട്ടാനില്ല. നിൽക്കാൻ ഒരേ നൃത്തം തന്നെ. ഇരുത്തമുള്ളോ? ഇരുത്തമില്ല. പരിശുദ്ധമായ റമളാനാ വരാൻ പോകുന്നത്. 20 റക്അത്ത് തറാവീഹ് നിന്ന് നിസ്കരിക്കുമ്പോ ചെറുപ്പുള്ള ചെറുപ്പക്കാരെ ആനന്ദത്തോടുകൂടി, ആവേശത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി എത്ര നേരം നമ്മുടെ ഇമാം ഓതിയാലും ശരി, ഞങ്ങൾ പിന്നിൽ നിസ്കരിക്കാൻ തയ്യാറുണ്ട് എന്ന ആവേശത്തോടുകൂടി നിസ്കരിക്കാൻ തയ്യാറാവണം. കാരണം ഈ നൃത്തമുണ്ടല്ലോ, നാളെ മഹ്ശറിൽ എത്രയോ നേരം നിൽക്കാനുള്ളൊരു പ്രാക്ടീസാ. ഈ പ്രാക്ടീസ്, ഇവിടെ പ്രാക്ടീസ് നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, നന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോൾ 1 മണിക്കൂറല്ലാതെ പത്ത് മണിക്കൂറല്ല നിൽക്കേണ്ടത്. വർഷങ്ങളോളം അശ്വറാച്ചലില്ലാതാൽ കഴിയണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമുക്ക് വെക്കണം തന്റെ ഇബാദത്തിലും മനുഷ്യ. അത് യുവാക്കളെ, ചെറിയ മക്കളാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ പേടിച്ച് നിസ്കരിച്ചാൽ, ഉപ്പ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ നിസ്കരിക്കൂല, ഉമ്മ പറഞ്ഞാലും നിസ്കരിക്കൂല. പിന്നെ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ് എന്ന് തിരിച്ചറിയണം. തീർച്ചയായും അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകിയത്. കാരണം ആ പ്രായത്തിലാണ് തെറ്റ് ചെയ്യാൻ തോന്നുക, ആ പ്രായത്തിലാണ് തമ്മാടിത്തരം ചെയ്യാൻ തോന്നുക, ആ പ്രായത്തിലാണ് ഒരു പെണ്ണിന്റെ പിന്നാലെ പോകാൻ തോന്നുക, ആ പ്രായത്തിലാണ് ഒരാൾ ഒന്ന് പറഞ്ഞാൽ, ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 2 എണ്ണം പറയാൻ തോന്നുക. പ്രായമായാൽ അങ്ങനെ ഉണ്ടാവില്ല. പ്രായമായാൽ ചിലപ്പോൾ ഒതുങ്ങിക്കൂടും, എന്റെ കൂടെ ആളില്ലേ എന്ന് പേടിച്ചിട്ട് ഒതുങ്ങിക്കൂടും. ചെറുപ്പക്കാരങ്ങനെയല്ല, യുവത്വം അങ്ങനെയല്ല. കാരണം എന്തു പറഞ്ഞാലും അതിനെ മറികടക്കാനുള്ള ആവേശം അവനിക്കുണ്ട്, രക്തത്തിളപ്പവനെക്കൊണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കളെ, യുവതികളെ, നിങ്ങൾ നിസ്കരിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മഹ്ശറയിലെ കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശിന്റെ തണലിൽ 7 വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു തആല തണല് കൊടുക്കും. നശഅ ഫീ ഇബാദത്തില്ലാഹ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നെറ്റ് അവിടെ DC ആകാൻ തോന്നുന്നു. സഹോദരൻ ജംഷി കേൾക്കുന്നുണ്ടോ? സഹോദരൻ ജംഷി അടക്കം ലൈവ് കൊടുക്കുന്ന സഹോദരൻ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം കേൾക്കുന്നില്ല. DC ആയതാൻ തോന്നുന്നു. എല്ലാവരും ക്ഷമിക്കുക. എന്താ ചെയ്യുക? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സഹോദരൻ ലൈവുമായി വീണ്ടും കൈ ഉയർത്തും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ഷമയെയും അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തിയെയും സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ബോൺ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സഹോദരൻ ജംഷി തിരിച്ചു വരും. ജംഷി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി മുന്നോട്ട് വരണം. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടി ഇരുന്നുകൊണ്ട്, ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. അള്ളാന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നു, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ ഒരു തോപ്പാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി സബൂർ ചെയ്തുകൊണ്ട് ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെയും പിരിയലിനെയും ഒരു സ്വാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമയെന്നത് ഈമാന്റെ നേർ പകുതിയാണ്. അപ്പോൾ ആ പകുതി നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കിയ എല്ലാ സഹോദരന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹഖ്ഖായ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹഖ്ഖായ ബറക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ ദിവസം ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. സ്വലാത്ത് ചെല്ലൽ കൊണ്ട് വളരെ കൂടുതൽ സ്വലാത്ത് ചെല്ലുവാൻ കൽപ്പിക്കപ്പെട്ട സമയമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സഹോദരൻ ജംഷി വരുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ആരും തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകണ്ട. സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ഞാനും DC ആയിട്ടില്ല അല്ലേ? സഹോദരന്മാരെ, ഞാനും DC ആയ? ഇല്ല. ഓക്കെ. കാരണം ഞാൻ കരുതി ആരും സ്ക്രീൻ അനക്കയില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല നിയ്യത്തോടെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നാളെ വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. കൂടുതൽ നമ്മുടെ ഹബീബിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടെ നല്ല ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സഹോദരൻ വരുമായിരിക്കും. നമുക്ക് പ്രതീക്ഷിച്ചു നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയുമായിട്ട് നമ്മുടെ അഡ്മിന്മാർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും. ഏതായാലും ആരും ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകണ്ട. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ ചിലപ്പോ ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ സലാത്ത് മജ്ലിസ് വരും. ആഷിഖി നബിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അഡ്മിനുമായിട്ട് സലാത്ത് മജ്ലിസ് വരും. നമുക്ക് അതിൽ പങ്കെടുക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെയും പിരിയലിനെയും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ മാസമാണ് വരാൻ പോകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ബഹുമാനപ്പെട്ട മാസം വരാൻ പോകുന്നു. അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിനെയും ശഅബാനിനെയും നമുക്ക് ബറക്കത്താക്കുകയും അതുപോലെ തന്നെ റമളാൻ മാസത്തെ അള്ളാഹു നമ്മിലേക്ക് എത്തിക്കുകയും ചെയ്യട്ടെ. റമളാൻ മാസത്തിന്റെ പവിത്രത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ മാസമാണ് റമളാൻ. ആ റമളാൻ നമ്മൾ എത്തിക്കുകയും ആ റമളാനിന്റെ അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ അതിനെ പരിപാലിച്ചുകൊണ്ട് 30 നോമ്പും അതുപോലെ തന്നെ കൃത്യമായി സമയത്തുള്ള നമസ്കാരവും ഒക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ രീതിയിൽ ആ റമളാൻ മാസത്തിനെ നമ്മൾ നിന്ന് വരവേൽക്കുവാനും അസ്സലാമു അലൈക യാ ശഹ്റു റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റു റമളാൻ എന്ന് നമ്മൾ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അന്തറാലിൻ അന്നാ നമ്മൾ നിന്ന് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ അവരെയും പരസ്പരം ആ റമളാൻ മാസത്തെയും റമളാൻ മാസം നമ്മയും തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നമ്മൾ നിന്ന് പിരിഞ്ഞു പോകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ റജബ് മാസമായി കഴിഞ്ഞ് എല്ലാവരും ഈ ദുആനെ സ്ഥിരമാക്കിക്കൊണ്ട് പതിവാക്കിക്കൊണ്ട് ഈ റജബ് മാസത്തെ ധന്യമാക്കുക.
നോമ്പെടുക്കാൻ കഴിയുന്നവർ റജബ് മാസത്തിൽ നോമ്പെടുക്കലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മേറാജിന്റെ രാവ് വരാൻ പോവുകയാണ്. ആ മേറാജിന്റെ രാവിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലും തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവൊക്കെ നോമ്പെടുക്കൽ സുന്നത്തുള്ള സമയങ്ങളാണ്. അതുപോലെ തന്നെ ഈ ദുആനെ നിങ്ങൾ എല്ലാവരും പതിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് ആഖിബത്തിനെ നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തആത്തിലായി ജീവിച്ചുകൊണ്ട് നല്ല നിലക്ക് ഈമാനോട് മരിച്ചു പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ മറ്റ് എല്ലാ ആൾക്കാർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ എല്ലാവരെയും പരസ്പരം ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരോട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ അഷ്റഫുൽ ഹൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ്ഖായ ബർക്കത്ത് കൊണ്ടും ഈ വെള്ളിയാഴ്ച രാവിന്റെ പരിശുദ്ധമായ സമയങ്ങളുടെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അവിടെ നെറ്റിന്റെ 26-ാം തീയതി നാട്ടിൽ സഹോദര മിറാജിന്റെ ദിവസം 26 ലൈവ് DC ആയതാണ്. ഇൻഷാ അല്ലാഹ് ലൈവ് വരും. നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി അഥവാ ലൈവ് വരുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലൈവ് വന്നില്ലെങ്കിൽ അഡ്മിന്മാർ ആരെങ്കിലും വരും. ഇന്ന് സലാത്ത് നടക്കേണ്ട ദിവസമാണ്. സലാത്തിന്റെ ആൾക്കാർ വരും. നമുക്ക് കുറച്ചുകൂടി സഹോദരൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിളിക്കപ്പെടും എന്നും നിങ്ങൾ ധരിക്കുന്നില്ലേ? തിരിച്ചു വിളിക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്? ഓരോരോ മനുഷ്യനെയും അള്ളാഹുവിന് കൃത്യമായി അറിയാം. എപ്പോഴെല്ലാം എവിടെയെല്ലാം മരിച്ചിട്ടുണ്ട് അവനെയെല്ലാം ഹയാത്താക്കാനുള്ള കണക്കും അതിന്റെ രജിസ്റ്റർ ബുക്കും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. ഒരാളെയും അള്ളാഹു തആല വെറുതെ വിടില്ല. അഫാസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെയാണ് എന്നാരും ധരിക്കണ്ട. സഹോദരിമാരെ, പർദ്ദ ധരിച്ച് വെറുതെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയല്ല അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത് അബസായിട്ടല്ല, വെറുതെയല്ല. അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹ് ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് പാകപ്പെടുത്തി തരണമേ അല്ലാഹ്. യുവത്വം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. യുവാക്കളെയാണ് ഓരോരുത്തരും തേടിപ്പിടിക്കുന്നത്, യുവതികളെയാണ് തേടിപ്പിടിക്കുന്നത്. ഒരു നല്ല പുഷ്പമുണ്ടെങ്കിൽ, മനോഹരമായ ഒരു പുഷ്പം പൂന്തോപ്പിലുണ്ടെങ്കിൽ ആ പുഷ്പത്തിന്റെ വാസന ശ്വസിക്കാൻ വേണ്ടി പലരും വരാറുണ്ട്. എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് വണ്ടുപ്രാണികൾ പോലും വരാറുണ്ട്. നമുക്കും അതിന്റെ വാസനകൾ ശ്വസിക്കാൻ വളരെ നല്ല തൃപ്തിയാണ്, വളരെ ആവേശമാണ്. എന്നാൽ ആ പൂവെങ്ങാനും പാടിയാൽ പിന്നെ ആ പൂവിന്റെ തേന് നുകരാൻ, ആ പൂവിന്റെ വാസന ശ്വസിക്കാൻ ഒരിടത്തു നിന്നും ഒരു വണ്ടുപ്രാണികൾ വരാറില്ലല്ലോ. ഇതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ ഈ ചുറുചുറുക്കുള്ള പ്രായം കാണുമ്പോ, നിങ്ങൾ പാന്റ് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ, നിങ്ങളെ മുടിയൊക്കെ ഇങ്ങനെ മുള്ളപ്പന്നിയുടെ മുള്ളിങ്ങനെ തുളച്ചു നിൽക്കുന്നത് പോലെ കാണുമ്പോ ആർക്കും നിങ്ങളെ ഒന്ന് തൊടാൻ, നിങ്ങളെ ഒന്ന് കാണാൻ, നിങ്ങളുമായി ഒന്ന് സല്ലപിക്കാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ 40-45 വയസ്സങ്ങോട്ട് കഴിഞ്ഞാൽ, പല്ലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിലെ വാർദ്ധക്യ
മാർക്കറ്റിന്റെ ചില വലിവുകളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കും വേണ്ട. ആ സമയത്തല്ല നിങ്ങൾ ഇബാദത്തിന് വേണ്ടി മുതിരേണ്ടത്. നിങ്ങൾ എല്ലാവരും ചെമ്പാടിത്തരത്തിലേക്ക് വിളിക്കുന്നൊരു പ്രായമുണ്ടല്ലോ, നിങ്ങളെ മസിൽ പവറുള്ളൊരു പ്രായമുണ്ടല്ലോ, നിന്റെ ചുറുചുറുക്കുള്ള പ്രായമുണ്ടല്ലോ, നിന്റെ സൗന്ദര്യമുള്ള പ്രായമുണ്ടോ, ഒരനക്ക് ഗോൾ മുമ്പഴേക്ക് തിരിച്ച് മിസ് ഗോൾ അടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സല്ലപിക്കാൻ തീരുമാനിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ സൗന്ദര്യം അല്ലാഹു നിനക്ക് നൽകിയത് ആ നേരത്ത് നിന്റെ റബ്ബിലേക്ക് നീ അടുക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയാ. പരീക്ഷണത്തിന് വേണ്ടിയാണ് ആരോഗ്യമല്ല തരുന്നത്, പരീക്ഷണത്തിന് വേണ്ടിയാണ് സൗന്ദര്യമല്ല തരുന്നത്, പരീക്ഷണത്തിന് വേണ്ടിയാണ് ആഫിയത്തല്ല തരുന്നത്. ആ സമയത്ത് നിങ്ങളെ ആഫിയത്തും നിങ്ങളെ ചൊറുചൊറുക്കും നിങ്ങളെ മസിൽ പവറും നിങ്ങളെ ഹുബ്ബും ഉണ്ടല്ലോ, തമ്മാടിത്തരത്തിലേക്ക് കൊടുത്താൽ നാളെ മഹ്ശറയിൽ നമുക്ക് കഠോരമായ ശിക്ഷയും സ്വർഗ്ഗം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സർവാധിപനായ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ ചൊല്ലിയ ഈ സ്വലാത്ത്, അല്ലാഹുവേ, ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ക്യാൻസർ രോഗികളുണ്ട്, ട്യൂമർ രോഗികളുണ്ട്, ശരീരം തളർവാദത്തിൽ വീണ് കിടക്കുന്നവരുണ്ട്. റബ്ബേ, അവരുടെ രോഗങ്ങൾ മാറാൻ ഈ സ്വലാത്ത് നീ കബൂലാക്കണമേ അല്ലാഹ്. ഈ ദുനിയാവുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു സ്കൂള് പോലെയാണ്. ഈ സ്കൂളിന്റെ ഉടമസ്ഥനാരാണെന്നറിയുമോ? അല്ലാഹുവാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഈ ഉടമസ്ഥനെ ഈ സ്കൂൾ നടത്തിപ്പ് ഇത് നടത്തുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾ ഇന്ന വസ്ത്രമേ ധരിച്ചുകൂടുകളെ. ഇതാ തൊട്ടടുത്ത് ശിഹാബ് സ്കൂളുണ്ട്, അതിന്റെ അപ്പുറം മേജേ സ്കൂളുണ്ട്, അതിന്റെ അപ്പുറം മറ്റേ കുലിലു സ്കൂളുണ്ട്. ഓരോ സ്കൂളിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പലതരത്തിലുള്ള വേഷങ്ങളാണ്. ഇവിടെ കറുപ്പും വെളുപ്പുമാണെങ്കിൽ മറ്റേ അടുത്ത് ചുവപ്പും പച്ചയുമാണ്, അതിന്റെ അപ്പുറത്തെ സ്കൂളിൽ മഞ്ഞയും കറുപ്പുമാണ്. ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ പവർ അറിയിക്കാൻ, അതിന്റെ വേർതിരിവ് അറിയിക്കാൻ, തിരിച്ചറിയാൻ വേണ്ടി പല അടയാളങ്ങളിലുമുള്ള വസ്ത്രം ധരിക്കാറുണ്ട്. ആ വസ്ത്രം ധരിക്കാതെ കുട്ടി സ്കൂളിലേക്ക് വന്നാൽ സ്കൂളിൽ ഒരു ദിവസം ചിലപ്പോൾ കയറ്റിയെന്ന് വരും, 2 ദിവസവും കയറ്റിയെന്ന് വരും, 3-4 ദിവസം അങ്ങനെ ഇട്ട് വന്നാൽ പാരന്റ്സിനെ വിളിപ്പിക്കും, രക്ഷകർത്താവിനെ വിളിപ്പിക്കും. എന്നിട്ട് പറയും, ഈ സ്കൂളിന്റെ നിയമം എന്താണെന്നറിയുമോ? ഈ സ്കൂളിന്റെ നിയമം ഇന്ന വസ്ത്രം ധരിച്ചിട്ട് വരണമെന്നാണ്. നിങ്ങളുടെ കുട്ടി ഇന്ന വസ്ത്രം ധരിച്ചു വരാത്തത് കൊണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വല്ല പ്രയാസമുണ്ട് എന്നവർ പറഞ്ഞിട്ട് TC എഴുതി കൊടുത്തിട്ട് കുട്ടിയെ പുറത്താക്കും. ആ സ്കൂളിലേക്ക് നിയമിക്കപ്പെടുന്ന വസ്ത്രം ധരിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ ആ സ്കൂളിൽ ചില നിയമങ്ങളുണ്ട്. ടീച്ചർമാരടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശകാരിച്ചാൽ തിരിച്ചു പറയാൻ പാടില്ല. അങ്ങനെ തിരിച്ചു ശകാരിച്ചാൽ രക്ഷകർത്താവിനെ വിളിക്കും. വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ ആ കുട്ടിയെ ശകാരിക്കേണ്ടി വന്നപ്പോൾ ആ കുട്ടി തിരിച്ചിതാ ടീച്ചറെ ശകാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ചയക്കാറുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഈ ദുനിയാവുണ്ടല്ലോ അല്ലാഹുവിന്റെ സ്കൂളാണ്. ഇവിടെ ഏത് ഭക്ഷണം കൊണ്ടുവരണമെന്ന് അല്ലാഹു തീരുമാനിക്കും. അഥവാ ഈ ദുനിയാവിൽ ഏത് ഭക്ഷണം കഴിക്കണം എന്ന് അല്ലാഹു തീരുമാനിക്കും. ഇവിടെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കും. ഇവിടെ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കാനുള്ളതല്ല ഈ ഭൂമി, അത് നീ ഉണ്ടാക്കിയിട്ട് വേണം. ഇത് അല്ലാഹു ഉണ്ടാക്കിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ സർവേശ്വരനായ അല്ലാഹു എന്താണോ നിയമമാക്കി വെച്ചിട്ടുള്ളത് ആ നിയമം നീ പാലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ അല്ലാഹുവിന്റെ
റഹ്മത്തിൽ നിന്ന് നിന്നെ പുറത്താക്കും തീർച്ചയാ. ചിലർ ചോദിക്കാറുണ്ട്, ഈ ഇസ്ലാമിൽ എന്താ ഇത്ര വലിയ കടുപ്പം? ബാത്റൂം കയറുമ്പോൾ ദിക്ർ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദിക്ർ ചെല്ലണം. കല്യാണത്തിന് പാട്ട് വെച്ചുകൂടാ, പിന്നെ പാട്ട് കേട്ടുകൂടാ, സിനിമ കണ്ടുകൂടാ, സീരിയൽ കണ്ടുകൂടാ, നിസ്കാരം ഒരു വക്ത് ഖളായിക്കൂടാ. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ. എന്താ ഈ നിയമങ്ങൾ? ഇങ്ങനെ മനുഷ്യന്മാരെ കൊടുക്കുകയാണല്ലോ പരിശുദ്ധ ഇസ്ലാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിന്റെ മാത്രമല്ല, ഒരു സ്കൂളിന്റെ സ്വഭാവവും ഇങ്ങനെ തന്നെയാണ്. ഒരു കമ്പനിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ? ഒരു കമ്പനി, ഒരു വലിയ കമ്പനി, ഈ കമ്പനിയിൽ ജോലിക്കെടുക്കണമെങ്കിൽ ഇന്റർവ്യൂ നടക്കണം. ഇന്റർവ്യൂ നടക്കാതെ അവിടെ ജോലിക്കെടുക്കൂല എന്ന് തീരുമാനമുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാതെ സ്കൂളിൽ ആ കമ്പനിയിലേക്ക് നിന്നെ കയറ്റില്ല. ആ കമ്പനിയിലേക്ക് നീ കയറി വരുമ്പോൾ ഇന്ന രൂപത്തിലുള്ള ഡ്രസ്സ് മാത്രമേ നീ ധരിക്കാൻ പാടുള്ളൂ. പാന്റ് ഇടണം, ടൈ കെട്ടണം, കറുത്ത വസ്ത്രം ധരിക്കണം എന്നവിടെ നിയമമുണ്ടെങ്കിൽ തീർച്ചയായും നീ ജീവിതത്തിൽ പാന്റ് ധരിക്കാത്തവനാണെങ്കിലും ശരി, ആ കമ്പനിയിൽ നിനക്ക് ജോലി വേണോ? എന്നാൽ നിനക്ക് പാന്റ് ധരിച്ചിട്ടേ ആ കമ്പനിയിൽ പ്രവേശിക്കാൻ കഴിയും. നീ തീരെ തൊപ്പി ധരിക്കാത്ത ആളാണ്. നിങ്ങൾ കാണുന്നില്ലേ, 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ, ഞാൻ ചിലപ്പോൾ നോക്കലുണ്ട്, ഞാൻ മലപ്പുറം ജില്ലയിലെ സുന്നി മഹലിന്റെ അടുത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഞാൻ നമ്മുടെ തങ്ങളിപ്പോ ഏതാനും നിമിഷങ്ങൾക്ക് വരും. നമ്മൾ സിയാറത്തിൽ പോയപ്പോ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയപ്പോ എല്ലാവരുടെയും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും തലക്കൊരു തൊപ്പി. എല്ലാവരുടെ തലക്ക് നിസ്കരിക്കുമ്പോ ആ കുട്ടി അയാൾ തൊപ്പിയിട്ടിട്ടുണ്ടാവില്ല. എല്ലാവരുടെയും തലക്ക് തൊപ്പി. തൊപ്പിയില്ലെങ്കിൽ നാളെ തന്നെ അയാൾക്ക് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവേണ്ടി വരും, ഒഴിഞ്ഞു പോവേണ്ടി വരും അയാൾക്ക്. തൊപ്പിയിടാൻ എനിക്ക് തൊപ്പിയൊന്നും കഴിയില്ല. ഞാൻ ഇതുവരെ ജീവിതത്തിൽ പള്ളിയിൽ പോകുമ്പോൾ വരെ, മാർക്ക കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് ആദ്യം പോകുമ്പോൾ വരെ തൊപ്പിയിട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് തൊപ്പിയിടാൻ കഴിയൂല, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പറയും, മോനെ മോനെ പോയിക്കോ, നിനക്ക് ജോലിയില്ല. ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ തീരുമാനമാണെങ്കിൽ ഒരു കമ്പനിയുടെ തീരുമാനവും അങ്ങനെയല്ലേ? ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ 2 മാസമേ ലീവുള്ളൂ എന്ന് നിങ്ങൾക്ക് ആ കമ്പനി തീരുമാനിച്ചാൽ ആഴ്ചക്കാഴ്ചക്ക് നാട്ടിൽ പോയി വരാം എന്ന് തോന്നിയാൽ പോകാൻ കഴിയൂല. മാസത്തിലെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ കഴിയൂല. കൊല്ലത്തിലെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ പോകാൻ കഴിഞ്ഞെങ്കിലും കമ്പനി നിങ്ങൾക്ക് ആനുകൂല്യമായി തരുന്ന ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റിന്റെയും സാലറി നിങ്ങൾക്ക് തരൂല. എന്താ കാരണം? കമ്പനിയുടെ തീരുമാനത്തിന് ഒപ്പിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഈ ദുനിയാവിലുള്ള കമ്പനിയുടെയും ഈ ദുനിയാവിലുള്ള സ്കൂളിന്റെയും എത്രത്തോളം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ നമ്മൾ പറഞ്ഞതുപോലെ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തിന്നാൻ കൊടുക്കോ? നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കോ? ഇല്ലല്ലോ. എന്താ കാരണം? ഒരു സെറ്റപ്പ് ഉണ്ട്, ആ സെറ്റപ്പിൽ ഒപ്പിച്ച് ജീവിക്കണം. അത് തന്നെയാണ് സർവേശ്വരനായ റബ്ബിന്റെ തീരുമാനവും. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്റെ ഭൂമിയാണ്, ഇത് നിങ്ങളെ ഭൂമിയല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് തോന്നുന്ന സാധനം കുടിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് തോന്നിയ സാധനം കഴിക്കാനുള്ളതാ, നിങ്ങൾക്ക് ധരിക്കാനുള്ളതല്ല. ഞാനൊരു തീരുമാനം പറയുന്നുണ്ട്. എന്റെ പരിശുദ്ധമായ ഈ ദുനിയാവിൽ നിനക്ക് ജീവിക്കണോ എങ്കിൽ ഞാൻ പറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് തരും. ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലെ കേട്ടിട്ടില്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പണിഷ്മെന്റ് കൊടുക്കുന്നത് പോലെ നിന്റെ ജോലി നിന്നെ അവിടെ ആ ജോലിയിൽ നിന്ന് നിന്നെ ഇറക്കിവിടുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിവിടലല്ല, കഠോരമായ ശിക്ഷയ്ക്ക് നിന്നെ വിധേയമാക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാമെന്നാരും ധരിക്കണ്ട. ഇത് എന്റെ ഭർത്താവ് കൊടുത്തയച്ച പർദ്ദയല്ലേ? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് കൊടുത്തയച്ച പർദ്ദയല്ലേ? എനിക്കെന്റെ ഈ പർദ്ദ ഇട്ടാല് അള്ളാഹ് നിന്നോട് ആ പർദ്ദ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പർദ്ദ ഇടാൻ പാടില്ല. പർദ്ദ ഇടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവെ
അല്ല നിന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, അതിന്റെ 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം പാവപ്പെട്ടവന് കൊടുക്കുന്നത്? അള്ളാന്റെ തീരുമാനം അതാണ്. ഈ ദുനിയാവിൽ അള്ളാന്റെ സ്കൂളിൽ അള്ളാന്റെ കമ്പനിയിലുള്ള തീരുമാനം അതാണ്. നീ എത്ര സാലറി വാങ്ങിയാലും, നീ എത്ര വലിയ കച്ചവടക്കാരനായാലും, നീ എത്ര വലിയ പണക്കായാലും ശരി, അതിന്റെ 2.5% കൊടുക്കണമെന്ന് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ നീ അത് കൊടുത്തേ പറ്റൂ എന്റെ പൊന്നുമോനെ. ഞാൻ രാത്രി എന്നില്ല പകലെന്നില്ല, ഊണുമില്ല ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആരും അറിയാതെ ഒരു പെഗ് കുടിച്ചതുകൊണ്ട് ഞാൻ എന്തിനാ തെറ്റുകാരനാവുക എന്ന് ചോദിക്കലുണ്ട്. ഒരു ജോണി വാക്കറിന്റെ കുട്ടി പൊട്ടിച്ചതുകൊണ്ട് എന്തിനാ ഞാൻ തെറ്റുകാരൻ എന്ന് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവെന്ന കമ്പനി ഉണ്ടല്ലോ, ആ തന്നിട്ടില്ല. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് ചിലര് ചോദിക്കാറുണ്ടല്ലോ, നമുക്ക് നല്ല തണ്ടും തടിയും നല്ല ആരോഗ്യവും മസിൽ പവറുമുണ്ട്, നമ്മുടെ മുന്നിലേക്ക് ഒരു നല്ല പീസ് വീട് കിട്ടിയാൽ, അഥവാ നല്ലൊരു ചൊറുചൊറുപ്പുള്ള പെണ്ണിനെ വീട് കിട്ടിയാൽ, നമുക്ക് കിട്ടിയാൽ ആ പെണ്ണുമായി ഒന്ന് രമിക്കുന്നതിന് എന്താ തെറ്റുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹുവിന്റെ സ്കൂളാണ്. ഈ സ്കൂൾ അത് നടന്നൂടാ. അതിന് ഭേദം വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോ ചിന്തിച്ചു പോയത്, ഇത് വെള്ളമല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് കാക്കി പോരടിപ്പിച്ചുണ്ടാക്കിയ വെള്ളമാണല്ലോ, ഈ വെള്ളം കുടിക്കുന്നതിന് എന്തിനാ റബ്ബിനെ പേടിക്കുന്നത്? ഈ സ്കൂളുണ്ടല്ലോ, ഈ സ്കൂളിൽ നീ വിചാരിച്ചതുപോലെ നടക്കാൻ കഴിയൂല, നീ വിചാരിച്ച വസ്ത്രം ധരിക്കാൻ കഴിയൂല, നീ വിചാരിച്ച വെള്ളം കുടിക്കാൻ കഴിയൂല, നീ വിചാരിച്ചതുപോലെ എല്ലാവരോടും പെരുമാറാൻ കഴിയൂല. ഇത് അല്ലാഹുവിന്റെ സ്കൂളാണ്. ഈ സ്കൂളിൽ നടത്തിപ്പുകാരനായ അല്ലാഹുവിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം നീ പാലിച്ചേ പറ്റൂമോനെ. ഈ ദുനിയാവിലുള്ള കമ്പനിയെ നിനക്ക് ചിലപ്പോൾ പറ്റിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെ? ചിലപ്പോൾ പറ്റിക്കാൻ കഴിഞ്ഞേക്കാം. ഈ സ്കൂളുകളെ, ഈ ദുനിയാവിലുള്ള സ്കൂളുകളെ, മാനേജ്മെന്റിനെ നിനക്ക് ഏതെങ്കിലും മാഷിനെ സ്വാധീനിച്ചുകൊണ്ട്, ഏതെങ്കിലും ടീച്ചറെ സ്വാധീനിച്ചുകൊണ്ട് ആ സ്കൂളിന്റെ നിയമത്തിൽ നിനക്ക് ചില തിരുമറി നടത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ ഈ സ്കൂളിൽ ഒരു തിരുമറിയും നിനക്ക് നീ വിചാരിക്കും ആരും കാണാതെ കുടിക്കാം, പുറത്തിറങ്ങുമ്പോൾ നല്ല നോമ്പുകാരനെ പോലെ ഇറങ്ങാം, ആള് കാണുമ്പോ ആ അബ്ദുറഹ്മാൻ നോമ്പുകാരനാണ്, ഇങ്ങനെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കൂളിന്റെ ബൈലോ തെറ്റിച്ചുകൊണ്ട്, ഇതിന്റെ നടത്തിപ്പുകാരനെ വഞ്ചിച്ചുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നീ ധരിക്കണ്ട. വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ യഅലമു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി ولا رطب ولا يابس إلا في كتاب مبين. ചിലപ്പോ സ്കൂളിൽ ക്യാമറ ഫിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്യാമറന്റെ മുകളിൽ തുണിയിട്ടിട്ട് വേണ്ടാത്ത തീരുമാനം ലംഘിച്ചുകൊണ്ട് നിനക്ക് പ്രവർത്തിക്കാൻ പറ്റും. സ്കൂളിന്റെ തീരുമാനത്തിന് എതിരായിട്ട് നിനക്ക് ഏതെങ്കിലും ടീച്ചറെയോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും അംഗങ്ങളെയോ പറ്റിച്ചുകൊണ്ട്, അവരെ സ്വാധീനിച്ചുകൊണ്ട് നിനക്ക് അതിന്റെ ശരിയായ നടത്തിപ്പുകാരനെ പറ്റിക്കാൻ പറ്റും. എന്നാൽ അല്ലാഹുവിന്റെ ഈ സ്കൂളിൽ നിനക്ക് അല്ലാഹുവിനെ പറ്റിക്കാൻ കഴിയൂല. ആരും കാണൂല എന്ന് വിചാരിച്ചിട്ട് നീ നിന്റെ ഉക്കത്ത് കള്ളിന്റെ കുപ്പി കൊണ്ടുവന്നാലും നിന്റെ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും സർവേശ്വരനായ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. എല്ലാ അദൃശ്യജ്ഞാനത്തിന്റെയും താക്കോൽ അവന്റെ അടുത്താണ്. എല്ലാ
അദൃശ്യമായ, ദൃശ്യമല്ലാത്ത, നമ്മൾക്ക് കാണാൻ കഴിയാത്ത എല്ലാ രഹസ്യ വിജ്ഞാനത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലാണ്. ലാ യഅലമുഹാ, ആ താക്കോൽ എവിടെയാണെന്ന് ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ അറിയൂല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും എല്ലാം അല്ലാഹുക്കറിയാം. ആകാശങ്ങളിൽ എന്തെല്ലാമുണ്ട് അതിന്റെ കൃത്യമായ കണക്ക് അല്ലാഹുക്കറിയാം. ഭൂമിയിലുള്ള വസ്തുക്കളുടെ കണക്ക് അല്ലാഹുക്കറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ ആ ഇലയെപ്പോലും അല്ലാഹു ശരിക്കും അറിയാമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ആരും കാണൂല, ഉപ്പ കാണൂല, ഉമ്മ കാണൂല, ഭാര്യ കാണൂല, ഭർത്താവ് അറിയുന്ന പോലുമില്ല. എന്നിട്ട് തമ്മാടിത്തരം കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ഇനിയൊന്നുണ്ടെങ്കിൽ, മോനെ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ടല്ലോ, ഈ സ്കൂളിന്റെ നടത്തിപ്പുകാരനായ അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബ് നിന്റെ എല്ലാ പോക്കിരിത്തരവും കാണുന്നുണ്ട് മോനെ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഇല പോലും കൃത്യമായി അറിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഉള്ളിൽ അതിന്റെ ഇരുളിൽ മുളച്ചു പൊന്തുന്ന വിത്ത് പോലും എവിടെയെല്ലാം വിത്ത് പൊന്തുന്നുണ്ടോ എന്ന് കൃത്യമായി അല്ലാഹുവിനറിയാം. വലാ റത്ബിൻ വലാ യാബിസ്, പച്ചയായ വസ്തുക്കൾ എവിടെയെല്ലാം ഉണ്ട്, ഉണങ്ങിയ വസ്തുക്കൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഇതിന്റെ ഒക്കെ കൃത്യമായ കണക്ക് റബ്ബിനറിയാം. ഈ റബ്ബിനെ സ്കൂളിലുള്ള ക്യാമറയുടെ മുകളിൽ തുണിയിട്ടിട്ട് സ്കൂൾ മാനേജ്മെന്റിനെ പറ്റിക്കുന്നത് പോലെ റബ്ബിന്റെ സ്കൂളിൽ നിന്ന് റബ്ബിനെ പറ്റിക്കാൻ നിനക്ക് കഴിയൂല മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുക, സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കുക, അല്ലാഹുവിനെ ജീവിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെ കൽപ്പനക്ക് അർഹനായി തീരുന്നത് പ്രായപൂർത്തിയായത് മുതലാണ്. പ്രായപൂർത്തി വരെ ഓനിക്ക് എന്തും ചെയ്യാം. എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ തമ്മാടിത്തരം ചെയ്യാന്നല്ല, അവനോട് അല്ലാഹു ഇന്നത് ചെയ്യണം എന്ന ഒരു പ്രത്യേക ഒരു കീർത്തനം അവനിക്കില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പേര് മുക്കല്ലഫ്. ഈ സ്കൂളിലെ പ്രായപൂർത്തിയായ ആളുടെ പേരെന്താണെന്നറിയോ? മുക്കല്ലഫ്. മുക്കല്ലഫ് എന്നെന്താ? കീർത്തിക്കപ്പെട്ടവൻ, നിർബന്ധമായി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവൻ. നിർബന്ധമായി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് നമ്മളൊക്കെ അങ്ങനെയാണ്. പ്രായപൂർത്തിയാവുക എപ്പോഴാണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാവുക അവന്റെ യൗവനം തുടങ്ങുക. ശാസ്ത്രത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ യൗവനം തുടങ്ങുക പ്രായപൂർത്തിയോടുകൂടിയാണ്. പ്രായപൂർത്തിയാവൽ എപ്പോഴാണ്? ഒരു ആൺകുട്ടിയാണെങ്കിൽ അവനിക്ക് 15 വയസ്സാവുകയോ അല്ലെങ്കിൽ അതിന് മുമ്പ് മനിയ്യ് പുറപ്പെടുകയോ ചെയ്യും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാവുക എന്നുള്ളത് 15 വയസ്സോ അല്ലെങ്കിൽ അതിന്റെ മുമ്പ് 9 വയസ്സിന് ശേഷം. 9 വയസ്സാവാൻ ഏകദേശം ഒരു 16 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ, 9 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 16 ദിവസമോ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഹൈദ് രക്തം വന്നാൽ ആ പെണ്ണ് പ്രായപൂർത്തിയായി. പിന്നെ അവൾ കുട്ടിയല്ല, പിന്നെ അവൾ വലിയ പെണ്ണായി. ഇങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അർഹനായി തീർന്നു. നമ്മളിൽ പലരും പ്രായപൂർത്തിയായവരായി. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിർബന്ധമാകുന്ന കാര്യം നിസ്കാരം മുറ പോലെ ചെയ്യലാണ്. നിസ്കാരം മുറ പോലെ എന്നൊക്കെ പറഞ്ഞാൽ നിസ്കരിക്ക എന്നല്ല. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഇവിടെ വെറുതെ കുറെ നേരം എന്റെ
എന്റെ വോയിസ് ഇങ്ങനെ നഷ്ടപ്പെടുന്നു, നാട്ടുകാരൊരു പരിപാടി വെച്ചതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരുന്ന് തരുകയും ചെയ്യുന്നു. എന്റെ വോയിസും നിങ്ങളെ ഇരുത്തവും നിങ്ങളെ ഈ ഉറക്കമൊഴിച്ചതും വെറുതെയാവാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഈ വിജ്ഞാനം നിങ്ങളെ ഖൽബ് കൊണ്ട് ഏറ്റെടുക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായി വരുന്നത് ഇഖാമുസ്സലാത്ത്, നിസ്കാരം മുറ പോലെ ചെയ്യലാണ്. നിസ്കാരം മുറ പോലെ ചെയ്യലാണ്. എത്ര പേരാ നിസ്കാരം ഖളാക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പോകാം. പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിസ്കാരങ്ങൾ ഖളാക്കുന്നവർ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം അതിന് ഒരു വിടുതിയും ശർഈയായ ചില തടസ്സങ്ങൾ, രോഗങ്ങൾ, മറ്റു കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണമല്ലാതെ ഇന്ന് നമ്മൾ നിസ്കാരം ഖളാക്കുന്ന ഭൗതികമായ ചില കാരണങ്ങളുണ്ട്. അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കും. നിസ്കാരം അത് മുറ പോലെ ചെയ്യാൻ നമുക്ക് കഴിയും. എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഇബാദത്ത് ചെയ്യാൻ കഴിയും. മുഴുവൻ സമയവും ആരാധനകളിലാക്കി മാറ്റാൻ നമുക്ക് കഴിയും, നിയ്യത്ത് നന്നായാൽ. എത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ സമീപിക്കുന്നത് പോലും പ്രതിഫലമുള്ള കാര്യമാണ്. ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ ലൈംഗികമായ ദാഹം, അവന്റെ വികാരം തീർക്കാൻ തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ അതിലും അന്ന് പ്രതിഫലം കൊടുക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, ഈ നിന്റെ ലൈംഗികമായ ദാഹം നീ അർഹതപ്പെടാത്ത മറ്റു പെണ്ണുമായി നീ സല്ലപിച്ചാൽ, നിന്റെ ദാഹം അർഹതപ്പെടാത്ത പെണ്ണുമായി, ഹലാലല്ലാത്ത പെണ്ണുമായി, നിന്റെ ഭാര്യയല്ലാത്ത അജ്നബിയായ പെണ്ണുമായി നീ അത് തീർത്താൽ, ലൈംഗിക ദാഹം തീർത്താൽ നിനക്ക് ശിക്ഷ തരൂലേ? ശിക്ഷ തരും. എന്നാൽ തെറ്റിന്റെ മാർഗത്തിലൂടെ നിന്റെ ലൈംഗിക ശക്തി നീ ഉപയോഗപ്പെടുത്തുമ്പോ അല്ലാഹ് നിനക്ക് ശിക്ഷ തരുന്നുണ്ടെങ്കിൽ, ആ ലൈംഗികമായിട്ടുള്ള ദാഹം നിന്റെ അർഹതപ്പെട്ട ഭാര്യയെ നീ തീർക്കുന്നുണ്ടെങ്കിൽ അതിന് റബ്ബ് കൂലി തരുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ആരാധനയാക്കി മാറ്റാം. സ്കൂളിൽ പോകുന്നത് റബ്ബേ നിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി, നിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ വേണ്ടി എന്ന നല്ല നിയ്യത്തോടു കൂടി പോയാൽ നിങ്ങളുടെ പോക്കും നിങ്ങളുടെ വരവും എല്ലാം ഇബാദത്തായി പ്രതിഫലമുള്ള കാര്യമായി തീരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മുഴുവൻ സമയം ഇബാദത്തിലാക്കാൻ കഴിയൂലെങ്കിലും നമുക്ക് അല്ലാഹു തആല ഫർളാക്കിയ കാര്യമുണ്ട്. ഈ ഫർളാക്കിയ കാര്യമെങ്കിലും ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മുന്നോട്ട് വരണമെന്നാണ് എന്റെ ഈ വാക്കുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്. ഫർളാക്കിയ കാര്യം. കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോക്കാത്ത, നോമ്പ് കളഞ്ഞ എത്രയോ പേരുണ്ട് എന്റെ ഈ സദസ്സിലുണ്ടാകും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ടാകും. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയി. പല തിരക്ക് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ട് ആ നോമ്പ് ഖളാ വീട്ടാത്ത എത്രയോ സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയോ വർഷത്തെ നോമ്പുകൾ ഖളായവരുണ്ടാകും. പരിശുദ്ധ ഇസ്ലാം പറയുന്നു, നീ ഒരു നോമ്പ് നിനക്ക് നഷ്ടപ്പെടുകയും പിറ്റത്തെ റമദാൻ വരുന്നതിന് മുമ്പ് നീ അത് വീട്ടിയിട്ടില്ലെങ്കിൽ, ഏതായാലും ആ നോമ്പ് നീ വീട്ടുകയും റമദാൻ വരെ പിന്തിച്ചതുകൊണ്ട് ഒരു നോമ്പിൻ അരി പാവപ്പെട്ടവർക്ക് നീ ദാനമായി നൽകുകയും ചെയ്യണം. അപ്പോഴേ നിന്റെ കടമ നിർവഹിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. എത്ര നോമ്പ് നമുക്ക് പോയിട്ടുണ്ട്. അനാരോഗ്യം കാരണം പോയവരുണ്ട്. വാർദ്ധക്യം മൂലം നോമ്പ് നോക്കാൻ കഴിയാത്തവർ, മുദ്ദു കൊടുക്കണം. മുദ്ദിനും കഴിയാത്തവർ പിന്നെ അവർക്ക് ഇസ്ലാമിൽ വലിയ നിർബന്ധമില്ല, മറ്റൊന്നും ചെയ്യാൻ നിർബന്ധമില്ല. എന്നാലും എത്രയോ സഹോദരിമാർ സ്കൂളിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ
അവൻ യാത്രയുടെ പേരിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പരിശുദ്ധ നോമ്പ് എത്രയോ നഷ്ടപ്പെട്ടവരുണ്ട്. വർഷങ്ങളോളം നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ട്. ഫർള് ചെയ്യാതെ അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ധരിച്ചു വെക്കേണ്ടതില്ല. ഫർള് ചെയ്യണം. സുന്നത്ത് ചെയ്തിട്ടില്ല പ്രവേശനത്തിനുള്ള വിഘാതമാകില്ല. ഫർള് ചെയ്യണം. അല്ലാഹു തആല ഫർളാക്കിയതെന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകെ ഫർളാക്കിയതെന്താ? 1440 മിനിറ്റിൽ വെറും 10-15 മിനിറ്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന 5 വഖ്ത് നിസ്കാരം 17 റക്അത്ത് നമുക്ക് കഴിയുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. 24 മണിക്കൂറും ശ്വസിക്കാൻ ഓക്സിജൻ നൽകിയ അല്ലാഹു, കഴിക്കാൻ ഭക്ഷണം നൽകിയ അല്ലാഹു, നടക്കാൻ കാലിന് ആവത് നൽകിയ അല്ലാഹു, ആ അല്ല പറയുന്നു, പൊന്നുമോനെ 1440 മിനിറ്റിൽ നീ ആകെ ഈ 17 റക്അത്ത് നിസ്കാരം എനിക്ക് വേണ്ടി ഒന്ന് നിസ്കരിക്കണം. അതാണ് ഫർള്. ബാക്കിയൊക്കെ സുന്നത്താണ്. ആ 17 റക്അത്ത് പോലും മുറ പോലെ ചെയ്യാൻ കഴിയാത്തവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന് ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഒരു മനുഷ്യനോട് നാളെ മഹ്ശറിൽ ആദ്യമായി അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നിസ്കരിച്ചിനോ മോനെ? നീ SSLC ജയിച്ചിനോ? നീ രാവിലെ തന്നെ മഫ്തി ഇങ്ങനെ കുത്തിയിട്ട് സുബ്ഹാനല്ലാഹ് പോക്കെല്ലാം കണ്ടാൽ വല്ലാത്ത പോക്ക. മഫ്തിയും കുത്തിയിട്ട് ഇങ്ങനെ പോവാ. രാവിലെ തന്നെ മുടിന്റെ ഷൈപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പാന്റും കുപ്പായവും ഒക്കെ ധരിച്ച്, നല്ല ബെൽറ്റ് ധരിച്ച്, നല്ല ഷൂസ് ധരിച്ച് പോകുമ്പോൾ സർവേശ്വരനായ റബ്ബിന്റെ കുദറത്ത് കൊണ്ടാണ് നിനക്ക് നടക്കാൻ കഴിയുന്നത്. നിന്റെ ഉപ്പാക്ക് കാശുണ്ടായത് കൊണ്ട് മാത്രമല്ല, നിന്റെ ഉപ്പാക്ക് കാശുണ്ടായിട്ട് ആ കാശ് കൊടുത്തേക്കാനുള്ള മനസ്സ് നിന്റെ ഉപ്പാക്കുണ്ടായിട്ട് അത് വാങ്ങാനുള്ള ആവത് നിനക്കുണ്ടായിട്ടാണ് നീ ഈ കുപ്പായം ധരിച്ചിട്ടുള്ളത്, നീ പാന്റ് ധരിച്ചിട്ടുള്ളത്, നീ ഷൂസ് ധരിച്ചിട്ടുള്ളത് എന്ന ചിന്ത നിനക്കുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദര? സ്കൂളിലേക്ക് പോയിനോ എന്ന് ചോദിക്കൂല. നീ SSLCയിൽ ജയിച്ചോ എന്ന് ചോദിക്കൂല. +2 എല്ലാത്തിനും നിനക്ക് A ഗ്രേഡ് കിട്ടിയിരുന്നോ എന്ന് ചോദിക്കൂല. BCom-ഉം BBM-ഉം MCom-ഉം നീ പഠിച്ചിനോ എന്ന് ചോദിക്കൂല. നിസ്കാരത്തിനെ കുറിച്ചാണ് ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നമ്മളെല്ലാം തോറ്റുപോകുമില്ലേ? തോറ്റുപോകൂലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യുവാക്കളെ, നിങ്ങൾ ഇഷ്ടം പോലെ നേരങ്ങൾ, നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ കളി വെക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, ഒന്നാം സ്ഥാനക്കാരന് 25,000 രൂപ കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, രണ്ടാം സ്ഥാനക്കാരന് 10,001 രൂപ കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, ഏത് പണക്കാരന്റെ മുന്നിലും യാചിച്ചുകൊണ്ട് നിങ്ങൾ ആ കാശുണ്ടാക്കാൻ മെനക്കെട്ട് പോകാറില്ലേ? നിങ്ങൾ ഫെഡ്ലൈറ്റ് രാത്രി കളി വെച്ചാൽ രാത്രി നേരം മഗ്‌രിബ് മുതൽ നേരം പുലരുന്നത് വരെ ഉറക്കൊഴിയാൻ നിനക്കന്ന് ശക്തിയില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? എന്നാൽ അതൊന്നും നിനക്ക് വലിയ കാര്യമായ ഒന്നായിട്ട് നാളെ മഹ്ശറയിൽ വരൂല. ചിലപ്പോൾ നിനക്കെതിരായിട്ടേ വരികയുള്ളൂ. എന്നാൽ 5 നേരത്തെ നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം മുറ പോലെ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രതിജ്ഞ എടുക്കണം സഹോദരാ. ഇത് മാസം റജബാണ്, നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. റജബ് 27-നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7-ാം ആകാശത്തിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്ന് സമ്മാനമായി വാങ്ങിക്കൊണ്ടുവന്നത് ആ റജബ് മാസമാണിത്. നിസ്കാരത്തിന്റെ വാർഷികമാണ്. നിങ്ങളെ ക്ലബിന്റെ വാർഷികമാകുമ്പോൾ പല പരിപാടി നടത്താറില്ലേ? നിങ്ങൾ
ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ വലിയ വലിയ വാർഷികങ്ങൾ നടത്താറില്ലേ? ഇതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരം വാങ്ങിക്കൊണ്ടുവന്ന വാർഷികമാണ്, നിസ്കാരത്തിന്റെ വാർഷികമാണ്. ഈ നിസ്കാരത്തിന്റെ വാർഷിക മാസമായിട്ട് പോലും സുബഹി ഖളാ കൊണ്ടവരെ എന്റെ കൂട്ടത്തിലില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, മനസ്സുകൊണ്ട് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. എനിക്കൊരു സുബഹി നിസ്കാരവും ഖളാവൂല, ഒരു മുഹ്റ് നിസ്കാരവും എനിക്ക് ഖളാവൂല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ 5 വക്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം വേസ്റ്റാണ്. നായേക്കാൾ മോശമാണ് നിന്റെ ജീവിതം. അല്ലാഹ് നിന്നോട് ഒരു കരുണയും ഉണ്ടാവില്ല. പിന്നെ ഒരു പക്ഷേ ദുനിയാവിൽ നിനക്ക് ഭക്ഷണം തന്നേക്കാം. ദുനിയാവിൽ അല്ലാഹ് നായക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കാത്ത കാഫിറിന്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നിന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല, അല്ലാഹ് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഈ ദുനിയാവിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹ് ഏറ്റതുകൊണ്ട് തരുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളെ ഖളാ വീട്ടാറുള്ളതാണിത്. ഇനി ഒരു നിസ്കാരവും എനിക്ക് ഖളാ ആയി പോകൂല. ഒരുപാട് വഴന്ന് കേൾക്കാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാറുണ്ട്. നിസ്കാരം ഖളാക്കുന്നൊരു ഏർപ്പാട് നിങ്ങൾക്കുണ്ടാവരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ആണയിട്ടുകൊണ്ട് അല്ലാഹനെ മുൻനിർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, നിസ്കാരം ഖളാവരുത്. മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നവരാണ്, ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, വോളിബോൾ കളിക്കുന്നവരാണ്, മറ്റേതെങ്കിലും കളി കളിക്കുന്നവരാണെങ്കിലും മഗ്‌രിബ് ഖളായി പോകുന്നുണ്ട് പോലെ. നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കാലം കൊണ്ട് പന്ത് തട്ടാൻ കാല് തന്ന റബ്ബിനെയാണ് നീ മറക്കുന്നത്. നിനക്ക് പന്ത് വാങ്ങാൻ കാശ് തന്ന റബ്ബിനെയാണ് നീ മറക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പേ നിന്റെ കളി ഒന്ന് നിർത്തിയിട്ട് കളിക്കണം. പരിശുദ്ധ ഇസ്ലാം കായിക വിദ്യാഭ്യാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹനെ മറന്നിട്ടുള്ള കളി വേണ്ട. ആ കളി തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ് മോനെ. അതുകൊണ്ട് നിസ്കാരം കളാക്കണ്ട. നീ വൈകുന്നേരം കുറെ നേരം കഴിഞ്ഞിട്ട് കളി ഗ്രൗണ്ടിലേക്ക് എത്തും. എന്നിട്ടോ നിന്റെ കാലിനൊന്നും ഇങ്ങനെ ചുറ്റും ഷൂസിടും, നീ പാന്റും നിന്റെ ട്രൗസറിടും, നിന്റെ ജേഴ്സി അണിയും. എന്നിട്ട് നീ കളി വീട്ടാറില്ല. നീ അത് തോന്നുന്നെങ്കിൽ കളാ വേട്ടുക. നീ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് ചങ്ങാതികൾ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ബൈക്കിന്റെ പിന്നിൽ നിന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് പൊരിച്ച കോഴി തുള്ളിട്ട് ഏമ്പക്കം ഇടുമ്പോൾ നീ ചിന്തിക്കണം, എന്റെ റബ്ബിന് ഞാൻ നിസ്കരിച്ചോ? ഇത് തിന്നാനുള്ള കാശ് എന്റെ റബ്ബ് തന്നോ? തിന്നാനുള്ള ആവതെന്റെ റബ്ബ് എനിക്ക് തന്നോ? വണ്ടിയിൽ ഓടാനുള്ള ഇന്ധനത്തിനുള്ള കാശ് റബ്ബ് തന്നോ? എല്ലാ ദിനക്കാരും ഞാൻ നിർവഹിച്ചോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുള്ള വിഷമം കൊണ്ടാ പറയുന്നത്, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ പണ്ട് തട്ടിക്കോളിയേ, ത്തിന്റെ പണ്ട് തട്ടാൻ മറക്കല്ലേ. ആ ഗോളി പോസ്റ്റിലേക്കാ നിങ്ങൾ ആദ്യ ഗോളടിക്കേണ്ടത്. ആഖിറത്തിന്റെ ഗോളി പോസ്റ്റ് ഒഴിഞ്ഞു കിടന്നാൽ അവിടെ ഗോൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കാരം, ചില ചെറുപ്പക്കാരെ നിസ്കാരം എങ്ങനെയാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ رأى رجلا لا يطيق ركوعه وينظر في سجوده وهو يصلي فقال صلى الله عليه وسلم لو مات هذا على حاله مات على غير ملة
മുഹമ്മദ് സ്വല്ലല്ലാഹു ഈ സ്വലാത്ത് നീതാകണം അല്ലാഹ്. വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത്, നിന്റെ ദീനിന്റെ മജ്ലിസിൽ വെച്ച് ചൊല്ലിയ ഈ സ്വലാത്ത് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ നിസ്കാരത്തിന് അല്ലാഹ് നീ മാപ്പാക്കണമല്ലാ. ഓർമ്മയുള്ളത് ഞങ്ങളെ അതൊക്കെ കൺമനസ്സും നീ തരണേ അല്ലാ. ചിലര് നിസ്കരിക്കാറുണ്ട് ഏതുപോലെ എന്നറിയാം. ചില ആൾക്കാർ നിസ്കരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ വാട്സപ്പ് തുറന്നാൽ മണിക്കൂറുകളോ അധികം ഫേസ്ബുക്ക് തുറന്നാലും മണിക്കൂറുകളോ യൂസ് ചെയ്യും. മറ്റേ മെസ്സേജ് വിടുന്നത് പോലെ ചങ്ങാതിക്ക് മെസ്സേജ് വിടുന്നത് അടുത്തുള്ള സഹോദരനോട് സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിനക്ക് ഭക്ഷണം നൽകുന്ന റബ്ബിനോടുള്ള സംസാരമാണ് നിസ്കാരം. നിന്റെ റബ്ബിനോട് സംസാരമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് നീ സമയം കാണുന്നത് വളരെ തുച്ഛമായ സമയം, അത്രേ വേണ്ടുള്ളൂ എന്ന. എന്നാൽ അള്ളാഹുവോട് സംസാരിക്കാൻ കൂടുതൽ സമയം ഉപയോഗിച്ചോ മോനെ. കാരണം നിന്റെ അള്ളാഹ്ക്ക് നാളെ മഹ്ശറിൽ പരിചയം വേണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിന് നിന്റെ പരിചയം കാണിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരിചയം കാണിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം ചില ആൾക്കാർ നിസ്കാരമുണ്ട്, ചില ആൾക്കാർക്ക് നിസ്കാരമുണ്ട്. നിസ്കാരത്തിലൊക്കെ വജ്ജഹത്തുമില്ല. ഫാത്തിഹ മോദനങ്ങളോട് ഞാൻ വെല്ലുവിളി പോലെയാണ്. നിസ്കാരം പോട്ടെ, ഫർള് നിസ്കാരത്തിൽ കൂട്ടത്തിലുള്ള മഅ്മൂർ എത്ര പേരുണ്ട്? ഓതാൻ ആർക്കും താല്പര്യം അതുകൊണ്ട് മനപ്പാടമില്ലോ, ഏതെങ്കിലും മരിച്ച വീട്ടിൽ ഓതുന്ന യാസീൻ മനപ്പാടമില്ല ഈ സമൂഹത്തിന്. കുൽഹു അല്ല മാത്രമേ ചിലർക്കറിയുകയുള്ളൂ. കുല്ലഊദു ബിറബ്ബിൽ ഫലക്കും കുല്ലഊദു ബിറബ്ബിൻ നാസ് നേരാവണ്ണം ഓതാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും കഴിയുന്നില്ല. അപൂർവം ചിലർക്ക് മാത്രമാണ്. അല്ലാഹുവേ, നിന്റെ കലാമിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റിപ്പോയതാണ്. ക്ഷമിക്കണമല്ലാ. നിന്റെ ഖുർആനിനോടുള്ള ബന്ധം നിലനിർത്തി തരണമേ അല്ലാ. നിസ്കാരം എന്താ? നിസ്കാരം എന്താ? ഒരു മനുഷ്യനെ കണ്ടു, അയാളുടെ റുക്കൂഇനെയോ സുജൂദിനെയോ പൂർത്തിയാക്കുന്നില്ല. റുക്കൂഇനെയോ സുജൂദിനെയോ പൂർത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞ ഫാത്തിഹ സൂറത്തൊന്നും ഓതൂല. ചിലപ്പോ സൂറത്ത് ഓതിയാൽ തന്നെ റുക്കൂ ചെയ്യും. നിസ്കാരത്തിന്റെ 9ാമത്തെ ഫർളാണ് തുമൈനീനത്ത്. പഠിച്ചിട്ടുണ്ടോ തുമൈനീനത്ത്? എന്താ തുമൈനീനത്ത് എന്ന് പറഞ്ഞാൽ? അടങ്ങി താമസിക്കുക. അടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങണം. നീ പോവലും ഇങ്ങോട്ട് വരും. റസൂൽ മനോഹരമായിട്ട് അതിനൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. മനോഹരമായ വാക്കാണ് റസൂൽ ഉപയോഗിച്ചത്. സുജൂദിൽ അവൻ കോയി കൊത്തുന്നത് പോലെ. കോയി കൊത്തിയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൊത്തലും അതേ സ്പോട്ടിൽ ചങ്ക് പൊന്തിക്കുകയും ചെയ്യും. ഇതുപോലെ കോയി കൊത്തുന്നത് പോലെയാണ് സുജൂദിൽ അയാൾ ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ റുക്കൂ പൂർത്തിയാക്കുന്നില്ല. റുക്കൂയിൽ അയാൾക്ക് അടക്കമില്ല, തുമൈനീനത്തില്ല. വയൻദുറു ഫീ സുജൂദിഹി, സുജൂദിൽ കോയി കൊത്തുന്നത് പോലെ. അയാൾ
ഒരാൾ നിസ്കരിക്കുകയാണ്. ഇത് ലൗ മാത ഹാദാ അലാ ഹാലിഹി, ഈ രൂപത്തിൽ തന്നെ നിസ്കരിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ അവന്റെ എല്ലാ നിസ്കാരം ഇങ്ങനെ തന്നെ, അവന്റെ എല്ലാ നിസ്കാരം ഇങ്ങനെ തന്നെ ഈ രൂപത്തിൽ അവൻ നിസ്കരിച്ചു പോയാൽ മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ രാത്രി നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്, ഈ രാത്രി നമ്മൾ ഉറക്കൊഴിച്ചിട്ട് ഇവിടെ നമ്മളെ ഇരുത്തുന്നത് പള്ളിക്ക് ചോദിക്കുമ്പോ കാശ് കൊടുക്കുന്നത്, റാത്തീബിന് ചോദിക്കുമ്പോ കാശ് കൊടുക്കുന്നത്, റസൂലുള്ളാന്റെ നബിദിനം വരുമ്പോ കാശ് കൊടുക്കുന്നത്, ഈമാനോടുകൂടി മരിച്ച് മുഹമ്മദിയ മില്ലത്തിലേക്ക് മരിക്കാനാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും ശരി, നിസ്കാരത്തിൽ കോഴി കുത്തുന്നത് പോലെ അടക്കവും അടക്കവുമില്ലാതെ, തുമൈനീനത്തില്ലാതെ, റുകൂ പൂർണ്ണമാവാതെ, മുഹമ്മദ് നബിയുടെ മാർഗത്തിലായിരിക്കില്ല അവൻ മരിക്കുന്നതെന്ന് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ നിസ്കരിക്കല്ലേ, ഇപ്പൊ നിസ്കാരക്കാർ കൂടിയിട്ടുണ്ട്. ഒരു കാലം ഉണ്ടായിരുന്നു ആരും നിസ്കരിക്കല്ലേ, ഇപ്പൊ നിസ്കാരക്കാർ കൂടിയുണ്ട്. പക്ഷേ ചില ആൾക്കാർ നല്ല ഇഖ്ലാസോടുകൂടി നിസ്കരിക്കും. ചില ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഖുശൂഇല്ല, മാമൂല് തീർക്കൽ, എല്ലാ ദിവസവും ചോറ് വയ്ക്കലുണ്ടല്ലോ, എല്ലാ ദിവസവും പത്രം നോക്കലുണ്ടല്ലോ, എല്ലാ ദിവസവും കുളിക്കലുണ്ടല്ലോ, എല്ലാ ദിവസവും വസ്ത്രം മാറണ്ടോ, അതുപോലെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ദിനചര്യയായി മാത്രം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു ഖുശൂഇല്ലാതെ തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. ചില ആൾക്കാർ ശ്രദ്ധ കൊടുക്കാതെ നിസ്കരിക്കാറുണ്ട്, അത്തരം നിസ്കാരക്കാർ ആ നിസ്കാരം കൊണ്ട് ശിക്ഷ മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് മഹാപണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ആകെ നിങ്ങൾ ദുഹ്ർ നിസ്കരിക്കാൻ, ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ സുബഹി നിസ്കാരത്തിന് ഏതായാലും നിങ്ങൾ നിസ്കരിക്കുമല്ലോ. നിസ്കരിക്കുന്നവരോടാണ് ഞാൻ പറയും, നിസ്കരിക്കാത്തവരോട് ഇൻഷാ അല്ലാഹ് പറയാം. നിസ്കരിക്കുന്നവരോട് ഏതായാലും നമ്മൾ നിസ്കരിക്കും, ഏതായാലും നമ്മൾ അതിനു വേണ്ടി വുളൂ ചെയ്യണം, നല്ല ഇഖ്ലാസോടുകൂടി. ഉസല്ലി ഫർള സ്വലാത്തി സുബ്ഹി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അല്ലാഹു അക്ബർ, നല്ല ഇഖ്ലാസ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹ് നീയാണ് വലിയവൻ എന്ന ചിന്ത വരണം. ഇതാ ഞാൻ ഉറക്കം എഴുന്നേറ്റ് പോവാണ്, ഇനിയിപ്പോ നിസ്കാരം കഴിഞ്ഞ് ജോലിക്ക് പോകും, നീ നിന്നിലെല്ലാം അർപ്പിച്ചു, നീ വലിയവനാണ്. അല്ലാഹ്. എന്നിട്ട് വജ്ജഹത്ത് ഓതാൻ അറിയാത്തവർ പഠിക്കും. ഇനി എപ്പോഴാണ് നമ്മൾ പഠിക്കുക? വയസ്സാകുന്നിടത്തോളം ഗുളിക കൂടുന്നുണ്ട് നമുക്ക്, അല്ലെ? കൂടുന്ന ഷുഗർ കുറെ മുമ്പ് വരെ ഷുഗർ ഉണ്ടായിരുന്നു ഉസ്താദെ. കാരണം നമ്മൾ ഈ തിരക്കുള്ള സമയത്തേക്ക് അവരെ കാണല്, തിരക്കുള്ള സമയത്ത് ഒരു അബ്ദുറഹ്മാൻ ഹാജി ഇങ്ങനെ മുമ്പിലേ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, അബ്ദുറഹ്മാൻ സുഖമുണ്ടോ? നമ്മ തിരക്കിൽ പോലെ ഇരിക്കും. ഏതായാലും ഒരു സുഖവിവരം അന്വേഷിക്കാൻ നല്ലതല്ലേ എന്നല്ല നിലക്കാണ് ചോദിക്കുന്നത്. സുഖം തന്നെയല്ലേ? അല്ലാഹു ഉസ്താദ് പറയണ്ട, പണ്ട് ഷുഗർ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പൊ പ്രഷറായി, കൊളസ്ട്രോളായി, തൈറോയിഡായി, മറിച്ചായി, ഓരോ ഒന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി ഒരു ഖത്തം നേർച്ചയാക്കേണ്ടി വരും. ആ രൂപത്തിലാണ് പിന്നെ പറഞ്ഞത്. മനുഷ്യ പ്രായം കൂടുന്നതിനനുസരിച്ച് നിന്റെ ആയുസ് മുറിഞ്ഞു പോകുന്നുണ്ട്, നിന്റെ
ആയുസ് നിന്റെ ബസ് ഓടാന്റെ ഉള്ളിലായിട്ട് ഒരുപാട് സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. നിനക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. എത്താതെ ബസ് സ്റ്റോപ്പാവാതെ മുന്നോട്ട് പോവൂല. ബസ് എന്തായാലും സ്റ്റോപ്പാകും. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ആരോഗ്യമുള്ള നേരമുണ്ടല്ലോ, ഈ ആരോഗ്യമുള്ള കാലമുണ്ടല്ലോ, ഏത് പാതിരാക്കും ഒരാൾ ഫോൺ വിളിച്ചാൽ മതി, ഒന്നിങ്ങോട്ട് വാ. ബന്ദിയോട് ടൗണിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, നല്ല രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഏത് ശക്തമായ ഉറക്കിലും പുതപ്പ് മുകളിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വണ്ടി ഷേട്ടാക്കിയിട്ട് ഉമ്മ ചോദിക്കും, എവിടെ പോന്നു മോനെ ഈ പാതിരാക്ക്? ഉമ്മ നല്ലൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്, നാലടിച്ച് മരിക്കാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എത്ര പ്രാവശ്യം നിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഫോണിലൂടെ വിളിച്ചതുപോലെയല്ല, അതിനേക്കാൾ വലിയ ശബ്ദത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചെവി കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ മോനെ? നാളെ രാവിലെ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കൂട്ടുകാരൻ നിന്നെ വിളിച്ചു പറഞ്ഞു, ചങ്ങാതി കാതറെ, ഞാൻ നാളെ രാവിലെ മംഗലാപുരത്തെ പച്ചപ്പ എയർപോർട്ടിൽ ഇറങ്ങും. ഞാൻ എത്തല് ഒരു 4 മണിക്കാണ്. രാവിലെ 4 മണിക്ക് ഞാൻ എത്തും. നീ എന്നെ കൂട്ടാൻ വരണമെന്ന് പറഞ്ഞാൽ ഈ കാതറാകുന്ന ചെറുപ്പക്കാരന് അന്ന് ഉറക്കമില്ല. എന്താ കാരണം? എന്റെ ചങ്ങാതിയെ കൂട്ടാൻ പോകണം. എന്നെ ഉറങ്ങിയാൽ തന്നെ ഉമ്മാനോട് പറയും നിങ്ങളെ മൊബൈലും ടൈമീസ് വെക്കണം, ഭാര്യനോട് പറയും നിങ്ങളെ മൊബൈലും ടൈമീസ് വെക്കണം, അനിയത്തിനോട് പറയും നിന്റെ മൊബൈലും ടൈമീസ് വെക്കണം. എന്റെ മൊബൈലും ടൈമീസ് വെച്ചു. എല്ലാ മൊബൈലും ടൈമീസ് വെച്ചിട്ട് 4 മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഒരു 2:45 ഇവിടുത്തെ പുറപ്പെടണം. 2:45 നല്ല ശക്തമായ മഴയുണ്ടെങ്കിലും ഇടിവെട്ടുന്നുണ്ടെങ്കിലും മിന്നറിയുന്നുണ്ടെങ്കിലും ആ തണുപ്പുള്ള നേരത്തെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒന്നിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിരിപ്പൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൂട്ടുകാരനെ കക്ക് കൂട്ടാൻ വേണ്ടി നീ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ ചെറുപ്പക്കാരാ. അന്ന് നിനക്ക് ഉറക്കൊഴിയാൻ കഴിയുവല്ലേ? അന്ന് രാത്രി നിനക്ക് ഉറക്ക് പ്രശ്നമില്ല അല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതുപോലെ എല്ലാ രാത്രിയും നിന്റെ റബ്ബിന് വേണ്ടി കൊടുക്കണം പൊന്നുമോനെ. ഉറങ്ങാൻ ആരോഗ്യം തന്ന നിന്റെ റബ്ബ്, ഉറങ്ങാൻ കഴിവ് തന്ന നിന്റെ റബ്ബ്, ആ റബ്ബ് പറയുന്ന നേരത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്നപ്പോഴേക്ക് വരാനിട്ട് ഭ്രാന്തന്മാരെ പോലെ കഴിയുന്നു. ആയിരത്തിൽ അള്ളാഹു നമുക്ക് ഉറങ്ങാൻ വിചാരിക്കുമ്പോ ഉറക്ക് തന്നോ. മോനെ, നീ ഒന്ന് 4 മണിക്ക് എഴുന്നേൽക്കാൻ വിചാരിച്ചാൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്ന് ഞങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് മോനെ. ആർക്കും മനുഷ്യൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. മനുഷ്യൻക്ക് വിചാരിച്ചാൽ നേടാൻ പറ്റാത്ത കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹി കലാക്കല്ലേ മോനെ, ളുഹ്റ് കലാക്കല്ലേ പൊന്നെ, അസർ നിസ്കാരം നീ ഗാരമ്പോട് ചൊട്ടിയിട്ട് നശിപ്പിക്കല്ലേ മോനെ, മഗ്രിബ് നിസ്കാരം നീ ഫുട്ബോൾ കളിയിൽ കലാക്കല്ലേ മോനെ, ഇശാ നിസ്കാരം നീ ഹോട്ടലിൽ പോയി കോയും ഫ്രീയും അടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നീ മറന്നു പോകല്ലേ മോനെ. നിസ്കാരം ഒരിക്കലും കലാക്കുന്ന ഏർപ്പാട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഉണ്ടാവാൻ പാടില്ല. നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ നിങ്ങൾ നിസ്കാരം കലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയ മോശക്കാര് വേറെയില്ല. കാരണം നിങ്ങളെ പൊന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്രയോ കിലോമീറ്റർ ദൂരെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനം അത് കിട്ടിയ മാസം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലോത്ത തമ്മാടി വേറാരുണ്ട്. അതുകൊണ്ട് കടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്നെഴുന്നേറ്റ് നിസ്കരിക്കാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചില ആൾക്കാർ നിസ്കാരം അങ്ങനെ, ചില ആൾക്കാർ നല്ല ഭക്തിയിൽ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ
ഇവിടെ എത്തും. നമുക്ക് നല്ലൊരു സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണം. അള്ളാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. മഴ കുറച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റിത്തന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫമറ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി നിസ്കാരത്തിന്റെ കാര്യം എപ്പോഴും പറയാം. അതാണ് കാരണം അത്രക്കുമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു നമുക്ക് നിസ്കരിക്കാൻ മുറ പോലെ നിസ്കരിക്കുവാൻ തൗഫീഖ് നൽകുവാൻ. ചില ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ നിസ്കാരം ഒരു ഭക്തി ഉണ്ടാവും. ഭക്തി അഭിനയിച്ചുണ്ടാക്കണം, പിന്നെ ക്രമേണ ഭക്തി വരും. അങ്ങനെയാണ് ഇസ്ലാമിലുള്ളത്. പെട്ടെന്ന് ചിലപ്പോൾ ഭക്തി വന്നോളൊന്നുമില്ല. ശരിക്കും ഭക്തി പോലെ നമ്മൾ അഭിനയിച്ച് ആരും കാണാനല്ല, ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഭക്തി അഭിനയിക്കുക. അങ്ങനെ കുറെ നീ അത് ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായും നിന്റെ ജീവിതം അന്ന് തുടങ്ങും. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഭക്തിയോടുകൂടി. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ അതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കണം. അതിന് പഠിക്കാൻ വിദ്യാഭ്യാസങ്ങൾ പഠിക്കാനും ആ വിദ്യാഭ്യാസങ്ങൾ പഠിച്ചതിന്റെ പേരിൽ എത്രയോ സഹോദരിമാരും സഹോദരങ്ങളും ജീവിതം നശിപ്പിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നിസ്കരിക്കാൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു മസലയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു മസല. വളരെ സമയം വളരെ ദൈർഘ്യമായി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകളെ കാത്തിട്ടാണ്. നമ്മൾ നിൽക്കുന്നത് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ വന്ന ഉടനെ ഒരു ചെറിയ ദുആ ചെയ്യപ്പിൽ ഒരു മല ഞാൻ എന്റെ കാരണം കൊണ്ട് തന്നെയാണ്. എന്റെ പള്ളിയിൽ സലാത്തുണ്ട്. സലാത്തൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി കുറച്ച് നേരം വഴി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് പിന്നീടും പല വേദികളിലുമായിട്ട് പല കാര്യങ്ങളും പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പറഞ്ഞു, ഈ വിഷയം ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മന്ദിയോടെന്നുള്ളത് ഒരു ദർശനമായതുകൊണ്ട് തന്നെ ഏതായാലും നിങ്ങൾക്ക് അറിയും. എന്നാലും ഒരു ഉണർത്തലിന് വേണ്ടി ഞാനൊരു മസല പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു. വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടരുത് എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ നിസ്കാരം നഷ്ടപ്പെടരുത് എന്ന് മനസ്സിലാക്കിയിട്ടൊരു കാര്യം പറയാം. ഹൈള് നിഫാസ് ഇതുമായി ബന്ധപ്പെട്ടൊരു മസല. നമ്മുടെ പ്രസംഗത്തിൽ അങ്ങനെ ഒരു മസലയുടെ വേദിയാവട്ടെ. ഒരു സഹോദരിക്ക് ഹൈദുണ്ട്. സാധാരണയാണല്ലോ, പ്രകൃതിയാൽ ഉണ്ടാവുന്ന ഒരു രക്തമാണല്ലോ അത് 2, 3, 4 മാസം തീരെ വരാതിരുന്നാൽ ഡോക്ടറെ കാണിച്ച് അതിന് പ്രതിവിധി തേടേണ്ടതുണ്ട്. ഒരു സഹോദരി പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 9 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാറില്ല. വളരെ അപൂർവം ചില ഗർഭിണികൾക്ക് ചരിത്രത്തിലുണ്ട്. ഗർഭിണി ആയിട്ട് പോലും ഹൈദ് വന്ന ചരിത്രമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒരു 7 ദിവസം ഹൈദ് വരുന്നൊരു പെണ്ണ്, ഹൈദ് രക്തം നിൽക്കുന്നത് ശ്രദ്ധിച്ചോളി. ഹൈദ് രക്തം ആ പെണ്ണിന് നിൽക്കുന്നത് ഏകദേശം മഗ്രിബ് ബാങ്കിനോടടുക്കുന്ന നേരം. മഗ്രിബ് ബാങ്കിനോടടുക്കുന്ന നേരം. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടില്ല. അസറിന്റെ സമയം കഴിയാൻ വളരെ തുച്ഛം സമയം. കിതാബിൽ പറയുന്നത് ഒരു അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട സമയം. 1 സെക്കൻഡോ 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമുള്ള നേരം. ഈ നേരത്ത് ഹൈദ് രക്തം മുറിഞ്ഞു അഥവാ നിന്നു. ഇതിങ്ങനെ ഉള്ള പോലല്ലോ, ഒരു സ്റ്റോപ്പിൽ നിൽക്കുമല്ലോ. ചില ആൾക്ക് 15 കഴിഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇസ്തിഹാദത്താണ്. പിന്നെ അവൾ നിസ്കരിക്കണം. അതിന് കുറെ രൂപങ്ങളൊക്കെ ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഏതായാലും മഗ്രിബ് നിസ്കാരത്തിന്റെ ഒരു 2 മിനിറ്റ് മുമ്പ് ആ സഹോദരിക്ക് ഹൈദ് നിന്നാൽ പിന്നെ അവൾ കുളിച്ച് ശുദ്ധിയാവണം. കുളിച്ച് ശുദ്ധിയായിട്ട് സാധാരണ സഹോദരിമാർ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങളുടെ പെങ്ങന്മാർക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് അവരോട് ചോദിക്കണം. അവര് ഞാൻ പറയുന്നതിന്റെ എതിരാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല മസാല, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കുറെ നിസ്കാരം കലാ വീട്ടേണ്ടി വരും. അല്ല, നിസ്കാരം കുറെ നിസ്കാരം കലാ വീട്ടേണ്ടി വരും. ശരിക്കും ശ്രദ്ധിച്ചു. മഗ്രിബ് നിസ്കാരത്തിന്റെ 2 മിനിറ്റ് മുമ്പ് ഹൈള് മുറിഞ്ഞു. എന്നാൽ സാധാരണ പെണ്ണുങ്ങൾ ചെയ്യാറെന്താണെന്നറിയോ? മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് ഹൈള് മുറിഞ്ഞാൽ കുളിച്ച് പിന്നെ ഇങ്ങനെ ശുദ്ധിയുള്ള കാലമല്ലേ, പിന്നെ സുബഹി നിസ്കരിക്കും. അസർ ഇവിടെ നിസ്കരിക്കില്ല. അസർ നിസ്കരിക്കാറില്ല പലരും. കാരണം അസർ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ, 2 മിനിറ്റല്ലേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അസർ നിസ്കരിക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അസർ നിസ്കരിക്കാറില്ല. കുളിച്ച് ശുദ്ധിയായിട്ട് മഗ്രിബ് ഇശ പിന്നെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകലാണ്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, നിനക്ക് ഹൈദുണ്ടായി, മഗ്രിബിന്റെ ബാങ്കിന്റെ ഒരു 2 മിനിറ്റ് മുമ്പ് ആ ഹൈദ് നിന്നാൽ നീ കുളിച്ച് ശുദ്ധിയായാൽ ഏത് നിസ്കാരമാ തുടങ്ങുക? ചില പെണ്ണുങ്ങൾ പറയും, ഞങ്ങൾ മഗ്രിബ് നിസ്കരിക്കാറുണ്ട്, മഗ്രിബ് മുതലാ തുടങ്ങും. ചില സഹോദരിമാർ പറയാറുണ്ട്, ഞങ്ങൾ അസർ നിസ്കാരം. കാരണം അസറിന്റെ സമയത്താണല്ലോ നിന്നത്, മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അസർ ഞങ്ങൾക്ക് ഇരിക്കുന്നുണ്ട്. എന്നാൽ അസർ ശുദ്ധിയായതിനു ശേഷം വേഗം മഗ്രിബിരിക്ക, പിന്നെ ളുഹ്ർ നിസ്കരിക്കുക, ഖളാ ആയിപ്പോയ ളുഹ്ർ നിസ്കരിക്കുക, അസ്റും നിസ്കരിക്കുക. ളുഹ്റും അസ്റും ഇവിടെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കലുണ്ടോ പ്രിയപ്പെട്ട സഹോദരിമാരെ? നിസ്കരിക്കലുണ്ടാവൂല. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചത് ഒന്നിരിക്കൽ കുളിച്ചിട്ട് മഗ്രിബ് നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ കുളിച്ചിട്ട് അസർ നിസ്കരിക്കണം. കാരണം അസറിന്റെ സമയത്ത് രക്തം മുറിഞ്ഞത് കൊണ്ട് അസർ മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടാവും. അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, അസറിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ളുഹ്റും നിങ്ങൾ നിസ്കരിക്കണം. പഠിച്ചു വെച്ചോ. അതുപോലെ തന്നെ സുബഹി ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റേ ഉള്ളൂ. ആ നേരത്താണ് പെണ്ണിന് ഹൈദ് മുറിഞ്ഞത്. എന്നാൽ ആ പെണ്ണ് കുളിച്ചു ശുദ്ധിയായിട്ട് സുബഹി മാത്രമല്ല നിസ്കരിക്കേണ്ടത്, ഇശാ മാത്രമല്ല നിസ്കരിക്കേണ്ടത്, ഇശായിന്റെ മുമ്പിലുള്ള മഗ്രിബും അവൾ നിസ്കരിക്കേണ്ടതാകുന്നു. ഈ മസല ഒരുപക്ഷെ അധിക സഹോദരിമാർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പുരക്ക് പോയിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കണം. കാരണം ആഖിറം രക്ഷപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സഹോദരിക്ക് ഹൈദ് നിന്നു, അസറിന്റെ സമയത്ത് ഹൈദ് നിന്നാൽ അസറും നിസ്കരിക്കണം, ളുഹ്റും നിസ്കരിക്കണം. ഇശായിന്റെ സമയത്താണ് ഹൈദ് നിൽക്കുന്നതെങ്കിൽ ഇശാഉം നിസ്കരിക്കണം, അതിന്റെ മുമ്പിലുള്ള മഗ്രിബും നിസ്കരിക്കണം. ഇതാണ് ഞാനിപ്പോ പറഞ്ഞ മസല. ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഓൺലൈൻ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അത് കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയോ നിസ്കാരങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടാകും. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറയാം. മൻ തറക الصلاة عامدا, നിസ്കരിക്കുന്നില്ല, ഉബഖിയ ഫി النار 80 ഹുഖബാ, നരകത്തിൽ അല്ലാഹു തആല 80 ഹുഖബ അയാളെ നരകത്തിലിടും. എന്താണ് ഈ ഹുഖബ എന്ന് പറഞ്ഞാൽ? വൽ ഹുഖബു, ഒരു ഹുഖബ എന്ന് പറഞ്ഞാൽ 80 സന, 80 വർഷമാണ്. അഥവാ 6400 വർഷം. ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ 6400ഓളം വർഷം നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേര്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നെരിയാണിക്ക് താഴെ നിങ്ങളെ പാന്റാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നെരിയാണിക്ക് പാന്റിൽ ചെറുതാൽ അവനൊരു പഴഞ്ചൻ അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. വമാ തഹ്തൽ ഖഅബൈനി മിനൽ ഇസാരി ഫിന്നാർ. നെരിയാണിക്ക് താഴെ പാന്റ് വലിച്ചു അഴിച്ചാൽ അവന്റെ പാന്റ് നെരിയാണിക്ക് താഴെ, അവന്റെ തുണി നെരിയാണിക്ക് താഴെ വീണാൽ ഫിന്നാർ, നരകത്തിലായിരിക്കും ആ കാലത്ത്. ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി, നിങ്ങൾ ഈ ഇരിക്കുന്നത് ചീരടി കിട്ടാനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധമായ ദീൻ കേൾക്കാനാ നിങ്ങൾ ഈ ഇരിക്കുന്നതെങ്കിൽ ഈ പാതിരാത്രി, ഈ നേരമല്ല നേരത്തെ നിങ്ങൾ ഒരുമിച്ച് കൂടൽ സഫലമാവണമെങ്കിൽ നിങ്ങളെ മോഹം അല്ലാഹുവിന്റെ ദീനാണെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നെരിയാടിക്ക് താഴെ തുണി പോകല്ലേ, നെരിയാടിക്ക് താഴെ നിന്റെ പാന്റ് ധരിക്കല്ലേ. മനുഷ്യന്മാരെ പാന്റ് ഇങ്ങനെ കാലിന്റെ അടിയിൽ അതുമായിട്ട് ബാത്റൂമിലേക്ക് എന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് പള്ളിന്റെ ഉള്ളിലാകെ അവനെ കൊണ്ട് മറ്റുള്ളവരുടെ നിസ്കാരവും ഫസീലത്തായി, നജസായി, അവന്റെ നിസ്കാരവും പോയി, മറ്റുള്ളവരുടെ നിസ്കാരം. പാന്റ് നെരിയാണിക്ക് മുകൾ ആരെങ്കിലും പാന്റ് ഇട്ടാൽ ഓ സലഫി ആയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതാണ്. ആരിതാരി നമ്മളത് അംഗീകരിക്കണം. കാരണം നെരിയാണിക്ക് മുകളിൽ പാന്റ് ധരിക്കണം എന്നാണ്, തുണി ധരിക്കണം എന്നാണ് വിശുദ്ധ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാര് കാശയക്കുമ്പോൾ മകനിക്ക് നല്ല പാന്റ് വാങ്ങിക്കൊടുക്കുമ്പോ മകൻ ധരിക്കുന്ന പാന്റിന് ഇത്രേ അളവ് പാടുള്ളൂ മോനെ എന്ന് കർക്കശമായി പറയാൻ ഉമ്മ നിങ്ങൾക്കുമുണ്ട് അധികാരം, ഉപ്പ നിങ്ങൾക്കുമുണ്ട് അധികാരം. പണമിങ്ങനെ കൊടുത്തേക്കൽ മാത്രമല്ല, മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തിട്ട് മകൾ പറയുന്നത് പോലെ, മകൻ പറയുന്നത് പോലെ പഠിപ്പിക്കുക മാത്രമല്ല, അവന്റെ ആഖിറത്തിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൂടി മാതാപിതാക്കൾ ഇടപെടേണ്ടതുണ്ട്. ഉപ്പ കഷ്ടപ്പെട്ടിട്ട് നയിച്ചിട്ടുണ്ടാക്കുക ഗൾഫിൽ നിന്ന്. അറബി ചിലപ്പോ മോത്തൊക്കെ രണ്ട് പൊട്ടിച്ചിട്ടുണ്ട്, എന്നിട്ടും കഷ്ടപ്പെട്ടുണ്ടാക്കി ഇങ്ങനെ ഡ്രാഫ്റ്റ് ആയിട്ട് അയക്കും. ഉമ്മ കൊണ്ടുവന്നിട്ട് മോനിക്ക് കൊടുക്കും. മോനൊരു പാന്റ് എടുത്ത്, എന്താ പാന്റിന്റെ പേര്? പുതിയ പേരെല്ലാം ഉണ്ടാവും, കേൾക്കാൻ നല്ല ചുരുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഉപ്പ നയിച്ചതും വെറുതെ, ഉമ്മ പൈസ കൊടുത്തതും വെറുതെ, നീ പാന്റ് എടുത്തത് ധരിച്ചതും വെറുതെ, എല്ലാം നരകത്തിലേക്ക് പോകാനായി. ഉപ്പ അറിയുന്നുണ്ടോ എന്റെ മകൻ എന്നെ നരകത്തിലാക്കിയിട്ടുണ്ട്? ഉമ്മ അറിയുന്നുണ്ടോ ഞാൻ കൊടുത്ത കാശുകൊണ്ട് എന്നെ അവൻ നരകത്തിലാക്കിയിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച ചില വ്യക്തികളെയും കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ വന്നാൽ പിന്നെ നമുക്ക് പ്രസംഗമില്ല. സയ്യിദ് അവറുകൾ ഇവിടെ വന്നിരുന്നു. ഇൻഷാ അല്ലാഹ് പെട്ട ചിലർ, ഏതാണവർ? അല്ലാഹു ഒരു മനുഷ്യനെ പടച്ചു, ആണായിട്ട് പടച്ചു. അവൻ അവന്റെ ശരീരത്തിനെ പെണ്ണാക്കി മാറ്റി. അവനിക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുഴുവൻ മലക്കുകളെയും ശാപം ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹ് ആണായിട്ടാ പഠിച്ചത്, പക്ഷേ ഓൻ ജീവിച്ചത് പെണ്ണായിട്ട്. എങ്ങനെ പെണ്ണായിട്ട് ജീവിക്കാം? വല്ല മുടി വെക്ക, ഇത്ര മുടി, പെണ്ണുങ്ങളാണല്ലോ, വല്ല മുടി വെക്ക. പിന്നെ 5-6 വളയുണ്ടാവും. വളയിലിടുമ്പോ ഓൻ അമീർ ഖാൻ, ഓൻ സൽമാൻ ഖാൻ, ഏതോ സിനിമയിൽ അവര് ധരിച്ചായിരിക്കും. അവർക്കും അങ്ങനത്തെ പൂതി ഉണ്ടാവില്ല ധരിക്കാൻ. ചില ആൾക്കാർ കാതുകുത്തൻ. ഞാനൊരിക്കൽ ട്രെയിനിൽ പോകുമ്പോണ്ട് കുറെ ചെറുപ്പക്കാരിങ്ങനെ കാതുകുത്തിയിട്ട്, സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾ കാതുകുത്തൽ ഹറാമാണ്.
ആണുങ്ങൾ കാതുകുത്തൽ ഹറാമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ട ചിലരുണ്ട്. ആരാണെന്നറിയുമോ അവര്? റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ജഅലഹുല്ലാഹു ദക്കറ, അള്ളാഹു അയാളെ ആണായിട്ടാ പറപ്പിച്ചത്, ആണായിട്ടാ ജനിപ്പിച്ചത്. ഫഅന്നസ നഫ്സഹു, അവൻ അവന്റെ ശരീരത്തിലെ പെണ്ണാക്കി മാറ്റി. അയാൾക്ക് വതശബ്ബഹ ബിന്നാസ്, പെണ്ണിനോട് സാദൃശ്യമായി ജീവിച്ചു. അവൻ നരകത്തിലാണ്. അവനിക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ആണുങ്ങൾ കാതുക, ആണുങ്ങൾ പെണ്ണിന്റെ വേഷം ധരിക്കുക. ഇപ്പോ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ, ഏഷ്യാനെറ്റിൽ ഒരു പരിപാടിയുണ്ട്, നമ്മൾ തമ്മിൽ നിന്നാണ് പരിപാടിയുടെ പ്രോഗ്രാമിന്റെ പേര്. അതിൽ കുറെ സാരി കൊടുത്ത ടീമുണ്ട്. കണ്ട പെണ്ണെന്ന് തോന്നും എല്ലാ ആണുങ്ങളും. അവരങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹിജടകൾ എന്നോ അല്ലെങ്കിൽ വേറെന്തോ പേരിലാണ് അവരെ വിളിക്കപ്പെടുന്നത്. അവരും പറയുന്നു നമുക്കും അവകാശം വേണമെന്ന്. ഏതായാലും ശരി, ആണായിട്ട് അല്ലാഹു ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആണായിട്ട് തന്നെ നീ ജീവിക്കണം മോനെ, പെണ്ണായി ജീവിക്കരുത്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശാപമുണ്ടാകുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല കോലത്തിലുണ്ട് ആണാവലി. ഇനിയോ വംറഅത്തുൻ, ഒരു പെണ്ണ്, ജഅലഹല്ലാഹു ഉൻസാ, ആ പെണ്ണിനെ അല്ലാഹു പെണ്ണായിട്ടാ പടച്ചത്. പക്ഷേ ഫതനക്കറത് വതശബ്ബഹത് ബിർരിജാൽ, അവൾ ആണായി ചമയുന്നു, അവൾ ആണുങ്ങളോട് സാദൃശ്യമാകുന്നു. ഇത്തരം പെണ്ണുങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെയും റസൂലിന്റെയും ശാപം കൊടുക്കുമെന്ന് മുത്ത് റസൂൽ. പെണ്ണ് ആണുങ്ങളെ പോലെ സംസാരം. അപ്പോ സംസാരെല്ലാം കാട്ടാൽ ആണുങ്ങളെ പോലെ, പാന്റ് ആണുങ്ങളെ പോലെ പാന്റ്, ആണുങ്ങളെ പോലത്തെ ടീഷർട്ട്, ആണപ്പോ തോന്നിക്കുന്ന രൂപം. നിങ്ങൾ എത്ര ആണുങ്ങളെ പോലെ തോന്നിപ്പിച്ചാലും നിങ്ങൾ ആണല്ല, നിങ്ങൾ പെണ്ണാണ്. പെണ്ണെന്നും പെണ്ണാൽ. ഇത്തരം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നാരാ? വല്ലദീ യുദില്ലുൽ അഅ്മാ, കണ്ണു കുരുടനെ വഴി പിഴപ്പിച്ച. രണ്ടുമൂന്ന് ചെറുപ്പക്കാർ അടുക്കത്തെ ഓഫീസിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഒരു പാവപ്പെട്ട സാധുവായ ഒരു കണ്ണ് കാണാത്തൊരു കുരുടൻ അവിടെ വന്നു വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച്, മോനെ. അപ്പൊ ഇവര് കുറെ ആൾക്കാർ തീരുമാനിച്ചു, നല്ല കണ്ണുപൊട്ടനാണ്, ഇങ്ങനെ പറ്റിച്ച. എന്താ ഉപ്പാപ്പ? മോനെ, ഈ ബന്ദിയോട് പള്ളിയിലേക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ബന്ദിയോടൊക്കെ പോകേണ്ടത് നിങ്ങൾ നേരെ അടുക്കത്ത് പോയിട്ട് കുറച്ചങ്ങോട്ട് വടത്തോട്ട് റോഡുണ്ട്, ആ റോഡിലൂടെ അങ്ങോട്ട് പോയാ ബന്ദിയോട്. ഈ പാവപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതും കൂടി പറഞ്ഞു നിർത്താം. സയ്യിദ് അവറുകൾ കുറച്ച് ചായ കുടിക്കട്ടെ. നമ്മുടെ പരിപാടിക്കായിട്ട് ഇന്നലെ നാട്ടിൽ പോയി. നമ്മുടെ പരിപാടിക്കായിട്ട് നമ്മുടെ പ്രസിഡന്റ് അവറുകളുടെ നിർബന്ധപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ PK അബ്ദുള്ള ഹാജിലെ അദ്ദേഹത്തിന്റെയും ജംഷീദിന്റെയും ഇവിടുത്തെ സംഘാടകരുടെയും നമ്മുടെ സെക്രട്ടറിയുടെ ഒക്കെ നിർബന്ധപ്രകാരമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇന്നിവിടെ കണ്ണുകുരുടനെ വഴിപിഴപ്പിക്കുന്ന ആൾ. കണ്ണുകുരുടനെ വഴിപിഴപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം. വഴി ചോദിച്ചു വന്നു, ബന്ദിയോട് പള്ളി ഏതാന്ന് ചോദിച്ചപ്പോ കിഴക്കോട്ട് പോകുന്നതിന് പകരം പടിഞ്ഞാറോട്ട് പോകുന്നതിന് പറഞ്ഞു ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾ കളിക്കുന്ന നേരത്ത്, നിങ്ങൾ എന്തെങ്കിലും തമാശകൾ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും വഴി ചോദിച്ചു വന്നാൽ വഴി പറ്റിക്കരുത്. നിങ്ങൾ അവരെ നേരായ വഴിയിലൂടെ ലക്ഷ്യത്തെ എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവസാനമായി ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിൽക്കുക.
കള്ള് നമുക്ക് വേണ്ട, വ്യഭിചാരം നമുക്ക് വേണ്ട, ലോട്ടറി ടിക്കറ്റ് നമുക്ക് വേണ്ട, മോശമായ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ട, സീരിയൽ നമുക്ക് വേണ്ട, സിനിമ നമുക്ക് വേണ്ട. അതെല്ലാം ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് നടത്തിപ്പുകാരനായ അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കള്ളുകുടി മാപ്പ് ചെയ്ത് റബ്ബിലേക്ക് തിരിച്ചു വരിക. കാരണം എല്ലാ മാടിത്തരത്തിന്റെയും മാതാവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ളുകുടിയുണ്ടല്ലോ അത് എല്ലാ തമ്മാടിത്തരത്തിന്റെയും മാതാവാണ്. എത്രയോ എത്രയോ സാമൂഹികമായിട്ടുള്ള മോശമായ പ്രവർത്തനങ്ങൾ കള്ളുകുടി മൂലം ഇവിടെ നടന്നു. എത്ര പേരാണ് കടക്കണിയിൽ പെട്ടുപോയത്, സാമ്പത്തികമായ പ്രതിസന്ധിയിൽ പെട്ടുപോയത്. നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ മലയാളികൾ 2011 ഭക്ഷണത്തിന് വേണ്ടി 3000 കോടി ചിലവഴിച്ചപ്പോൾ മദ്യത്തിന് വേണ്ടി 9000-ഓളം കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പുതിയ കണക്കെടുപ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രതിസന്ധികളാണ്. പാവപ്പെട്ട നിങ്ങൾ അനുജന്മാർക്ക് പഠിക്കാനും സ്കൂളിലെ പുസ്തകം വാങ്ങിക്കൊടുക്കാനും നിങ്ങളുടെ വീട്ടിന് മനോഹരമായി ടൈൽസ് പതിക്കാനും നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുവാനുമുള്ള കാശാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾ കുടിച്ചു തീർക്കുന്നത്. എത്രയെത്ര കുടുംബ പ്രശ്നങ്ങളാണ്. ഭാര്യമാര് തീത്തുന്നുകയാണ്, കള്ളുകുടിച്ചിട്ട് കയറി വരികയാണ്. എന്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഭാര്യ പറഞ്ഞു, എനിക്കയാള് വേണ്ട. എന്താ പ്രശ്നമെന്നല്ലേ? സമ്പത്തില്ലാത്ത പ്രശ്നമാണോ? അല്ല, ഐശ്വര്യവദനാണ്. അല്ലെങ്കിൽ മസിലില്ല പ്രശ്നമാണോ? ഒരു പ്രശ്നവുമല്ല. എല്ലാ ദിവസവും മടിച്ച് പൂസായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അയാൾക്ക് നിൽക്കാൻ വീട്ടിന്റെ നിൽക്കുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ കുടിച്ചു വരുന്ന ഈ പുതിയ ആപ്പിളെ എനിക്ക് വേണ്ട എന്ന പെണ്ണിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മദ്യത്തിനെ പറ്റി മാത്രം ഒരു ദിവസം നമുക്ക് പറയാൻ വളരെ എത്രത്തോളം കള്ളുകുടിയനായ ഒരാളാണ് നിക്കാഹിന്റെ വിവാഹബന്ധം വ്യഭിചാരമായി മാറും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളുകുടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ പുതിയ ഫാഷനാണ്, ആണുങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ മുസാഫഹത്ത് ചെയ്യണം. നല്ലതാണ്. ആണുങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ മുസാഫഹത്ത് ചെയ്യണം. 2 പേര് തമ്മിൽ കണ്ടുമുട്ടിയാൽ മുസാഫഹത്ത് ചെയ്താൽ ഇപ്പോ തന്റെ സ്കൂളിലെ കൂട്ടുകാരിയെ കണ്ടാൽ, തന്റെ ഗേൾഫ്രണ്ടിനെ കണ്ടാൽ കൈ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുന്ന സന്ദർഭങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അജ്നബിയായ പെണ്ണിന്റെ കൈ അജ്നബിയായ പുരുഷനുമായി സ്പർശിച്ചു കഴിഞ്ഞാൽ ആ കൈ നരകത്തിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കൂട്ടുകാരന് കൊടുക്കാനുള്ളതല്ല കൈ. ഇപ്പോ ചാനലുകളിലൊക്കെ പാടാൻ വന്ന പെൺകുട്ടികൾ, നല്ല മഫ്ത ധരിച്ച പെൺകുട്ടികൾ ഇശല്ലൈറ്റിലും അതുപോലെ പത്തുറുമാലിലും പാടുന്നു. പാടുന്നതിന്റെ ഇടയില് ഏതെങ്കിലും അതിന്റെ അവതാരകൻ ഒരു ആണാണെങ്കിൽ അയാൾ
വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് അയാൾക്കുള്ള പെണ്ണിനുള്ള റിസൾട്ടൊക്കെ മാർക്കൊക്കെ കൊടുത്ത് അവസാനം പോകുമ്പോൾ ഈ അവതാരകൻ പെണ്ണിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. ഇനി ഒരാണാണ് പാടുന്നതെങ്കിൽ, പെണ്ണാണ് അവതാരകയാണെങ്കിൽ അവിടെ കൈ കൊടുക്കാൻ യാതൊരു മടിയുമില്ല. എന്തേ ഞങ്ങൾ കൈ കൊടുത്താൽ എന്താ, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമോ എന്നാ ചോദിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അള്ളാഹുവിന്റെ സ്കൂളാണ്. ഈ സ്കൂളിൽ ആ നിയമമില്ല, ആണും പെണ്ണും കലരുന്ന നിയമമില്ല. ആ നിയമം ഇവിടെ പാടില്ല. അള്ളാഹുവിന്റെ സ്കൂളിലെ തീരുമാനങ്ങൾ, അതിന്റെ നിയമങ്ങളും അതിന്റെ ബൈലവും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? എന്നാൽ അല്ലാഹു തആല നിങ്ങളെ നോക്കാനും തയ്യാറാണ്. അല്ലേ, നിങ്ങൾ മഹ്ശറിലേക്ക് വാ, കാണിച്ചു തരാം. അല്ലാഹു നമ്മളെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ രജിസ്റ്റർ ബുക്കിൽ രജിസ്റ്റേർഡ് ആണ്. ഓരോ സെക്കൻഡുകളും സിനിമ കണ്ട നേരങ്ങള്, സീരിയൽ കണ്ട നേരങ്ങള്, വാട്സപ്പ് ഉപയോഗിച്ച നേരങ്ങള്, ഫേസ്ബുക്ക് ഉപയോഗിച്ച നേരങ്ങള്, നമ്മൾ മോശമായി പെരുമാറിയ നേരങ്ങൾ എല്ലാം റബ്ബിന്റെ കോടതിയിൽ രജിസ്റ്റേർഡ് ആണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യൗമൽ ഖിയാമത്തി ഹത്താ 4 കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയാതെ 2 കാലും നിനക്ക് മാറ്റിവെക്കാൻ കഴിയൂല. ഇങ്ങനെ ചെലവ് ചെയ്തു, നിന്റെ പ്രായം, നിനക്കൊരുപാട് പ്രായം തന്നല്ലോ, വയസ്സ് തന്നല്ലോ, ഇങ്ങനെയാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. മറുപടി പറയുമ്പോൾ പ്രിയവിനെ പോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലോത്തവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞാൻ വേണ്ടാത്ത വിദ്യാഭ്യാസം പഠിക്കാൻ സമയം കളഞ്ഞുള്ള ചെറുപ്പക്കാരന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ബസ് യാത്ര ചെയ്തതിന്റെ പേരിൽ എനിക്ക് സമയം പോയല്ല. വാട്സപ്പ് ഉപയോഗിച്ച് ചാറ്റ് ചെയ്തതിന്റെ പേരിൽ എന്റെ സമയം പോയല്ല. ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരുമായി കമന്റ് അടിച്ച് മെസ്സേജ് പാസ് ചെയ്തിട്ട് എന്റെ സമയം കളഞ്ഞു അല്ല എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സെയ്തവറുകളെ ഇരുത്തി, വളരെ ക്ഷീണിതനായി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സെയ്തവറുകളെ ഇരുത്തൽ അദബുകേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, മാത്രമല്ല എത്രയോ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. സഹോദരിമാരൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നു. സമയദൈർഘ്യം കൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരായ നിലയിൽ ജീവിച്ച് ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ പരിപൂർണതയിലേക്ക് എത്താൻ പോവുകയാണ്. സയ്യിദ് അവറുകൾ ഇവിടെ എത്തി ഇതിന്റെ പ്രാർത്ഥനയോടുകൂടി ഇനി ഈ റബ്ബാനി, ഈ നഗരം ഇൻഷാ അല്ലാഹ് റബ്ബാനിയ, അല്ലാഹുമായി ബന്ധപ്പെട്ട റബ്ബാനി എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം, അതുപോലെ തന്നെ ആവാൻ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. നിസ്കാരങ്ങൾ ഇൻഷാ അല്ലാഹ് റമദാൻ വരാൻ പോകുന്നുണ്ട്. വളരെ സജീവമായി റമദാനും ശഅബാനും റജബും ഒക്കെ ഇവിടെ സജീവമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കളെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ ബാങ്ക് വിളിച്ചു വളരെ നന്നായി നിസ്കരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ അടുത്തുള്ള പ്രദേശക്കാരാകുന്ന സഹോദരന്മാരെ മുഴുവനും ഇത് നമ്മുടെ പള്ളിയാണ് എന്ന മനസ്സ് വെച്ചുകൊണ്ട് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഈ പള്ളിയിലേക്ക് വന്ന് ഈ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ആരും തന്നെ മറന്നു പോകരുത്. നിസ്കാരം ഖളാ ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോകരുത്. മാതാപിതാക്കളെയും വലിയവരെയും ബഹുമാനിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്കുണ്ടാവണം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഈ മദ്രസ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ടോയ്ലറ്റ് ഇവിടെ ആവശ്യമാണ് എന്നും, അതുപോലെ തന്നെ ഇവിടെ ഉസ്താദിന് താമസിക്കാൻ വേണ്ടി, ഇവിടെ വരുന്ന ഉസ്താദിന് താമസിക്കാൻ വേണ്ടി ഒരു നല്ല റൂമും ഇവിടെ സൗകര്യം ചെയ്യണമെന്നൊക്കെ